ഈ റൈസപ്പ് ട്രെയിനിങ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് തന്നെ നമ്മൾ ഇപ്പം നിൽക്കുന്ന ലെവലിൽ നിന്ന് നെക്സ്റ്റ് ലെവലിലേക്ക്, ഗുഡ് ടു ഗ്രേറ്റ്, നമ്മളുടെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇപ്പോൾ കുറച്ച് കസ്റ്റമർ കാണും, ചിലപ്പോൾ നമ്മളായിരിക്കും, ചിലപ്പോൾ അടുത്ത 1-2 ആൾക്കാരായിരിക്കും. അതെങ്ങനെ നമ്മൾ 10 കസ്റ്റമർ ആക്കാം, 100 കസ്റ്റമർ ആക്കാം എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. അതിനുള്ള സിസ്റ്റം എന്താണ്, അത് ഏത് രീതിയിൽ നമ്മൾ അതിനുവേണ്ടി പ്രിപ്പയർഡ് ആവണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. നമ്മളൊക്കെ അതിലേക്ക് തന്നെ ഡയറക്റ്റ് പോകാം. ഒരിക്കൽ കൂടി നിങ്ങളേവരെയും ഞാൻ എൻ്റെ വ്യക്തിപരമായ പേരിലും മോഡിക്കൻ്റെ പേരിലും സ്വാഗതം ചെയ്യാണ്. എൻ്റെ പേര് മനോജ് കാരോളിൽ. ട്രിപ്പിൾ റെഡ് ഡയമണ്ട് ഡയറക്ടർ എന്ന് പറയുന്ന പൊസിഷൻ അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞിട്ട് 23 തവണ വിദേശ യാത്ര ചെയ്യാൻ കഴിയുന്നുണ്ട്. ധാരാളം നേട്ടങ്ങൾ, ജീവിതത്തിലെ എല്ലാ സ്വപ്നങ്ങളും മോഡിക്കലിലൂടെ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ ഞാൻ അതിന് സാധ്യമായത് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തുള്ള കാര്യങ്ങൾ വ്യക്തമായി പഠിച്ചത് കൊണ്ടാണ്. നമ്മൾക്കൊരു ജോലി ഉണ്ടെങ്കിൽ നമ്മൾ ആ ജോലിയിൽ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായി പഠിക്കത്തില്ലേ? അതുപോലെ തന്നെയാണ് ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ ജോലിയേക്കാൾ കമ്മിറ്റ്മെന്റോടുകൂടി ചെയ്യേണ്ട ഒരു മേഖലയാണ്. അപ്പം നമ്മള് സെല്ലിംഗ് എന്ന് പറയുന്നത് പലപ്പോഴും എല്ലാവർക്കും ഒരു മടിയുള്ളൊരു സംഗതിയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പുരാതന കാലം മുതൽ നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ് വിപണനം അഥവാ സെല്ലിംഗ്, വിൽപ്പന എന്ന് പറയുന്നത്. വിൽപ്പനയിലൂടെയാണ് യഥാർത്ഥത്തിൽ ലോകം മനുഷ്യൻ കീഴടക്കിയതെന്ന് പറയാം. അപ്പൊ ആ രീതിയിൽ വിൽപ്പനയിലൂടെയാണ് ആൾക്കാർ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഏത് വ്യക്തിയെ, ഏത് സമ്പന്നരായ ആൾക്കാരെ എടുത്തു നോക്ക്, അവരൊക്കെ വിൽപ്പനയിലൂടെയാണ് സമ്പന്നരായിട്ടുള്ളത്. ഇന്ന് നമ്മുടെയൊക്കെ മനസ്സിൽ എന്തോ ഒരു തെറ്റായ ധാരണ, വിൽപ്പന എന്ന് പറയുന്ന ഒരു മോശമായ സംഗതിയാണ് എന്ന് നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട്. അതൊരു പൂവർ മൈൻഡ് സെറ്റ് ആണ് യഥാർത്ഥത്തിൽ. എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവനാകാനുള്ള ഒരു മൈൻഡ് സെറ്റ് ആണത്. അതിനെ ചേഞ്ച് ചെയ്യണം നമ്മൾ. വിൽപ്പന മഹത്തായ ഒരു സംഗതിയായിട്ട്, ഒരു സംഭവമായിട്ട് നമുക്ക് കാണാൻ കഴിയണം. അതിന് ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് യഥാർത്ഥത്തിൽ മോഡി കെയർ എന്ന് പറയുന്നത്. കാരണം ഇത്രയും നല്ല സൂപ്പർ ആയിട്ടുള്ള പ്രോഡക്റ്റ്, ആൾക്കാരുടെ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷനായി നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങൾ, നമ്മൾ ഉപയോഗിച്ച് ബോധ്യപ്പെട്ട ഉൽപ്പന്നങ്ങൾ, അത് മറ്റുള്ളവരോട് സെല്ല് ചെയ്യാന്ന് പറഞ്ഞാൽ തീർച്ചയായും മഹത്തായ. സെല്ല് ചെയ്തില്ലെങ്കിൽ അതാണ് തെറ്റ് എന്ന് ഞാൻ പറയും. കാര്യം ഇത്രയും നല്ല പ്രോഡക്റ്റ് നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ. ഓക്കെ, സെല്ലിംഗ് ഈസ് എ മെന്റൽ വാർ ബിറ്റ്വീൻ സെല്ലർ ആൻഡ് ബയർ എന്നാ പറയുന്നത്. പൊതുവെ മാർക്കറ്റിങ്ങിലെ അല്ലെങ്കിൽ സെല്ലിങ്ങിലെ ഒരു ചൊല്ലാണ്. കാര്യം വാങ്ങുന്ന ആളും വിൽക്കുന്ന ആളും തമ്മിലുള്ള ഒരു മാനസിക യുദ്ധമാണ് വിൽപ്പന എന്ന് പറയുന്നത്. ഈ വാങ്ങുന്ന ആൾ എപ്പോഴും നോ എന്ന് പറയാൻ വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കും. എങ്ങനെ നമ്മളോട് നോ പറയാം എന്നുള്ളതാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. പക്ഷെ സെല്ലറോ ആ വാങ്ങുന്ന ആളിനെ കൊണ്ട്, കസ്റ്റമറെ കൊണ്ട് യെസ് എന്ന് പറയിക്കുകയാണ് സെല്ലറുടെ ഉദ്ദേശം. അങ്ങനെ വിവിധമായ 2 തലങ്ങളിലുള്ള ആൾക്കാർ തങ്ങളിലാണ് യഥാർത്ഥത്തിൽ ഈ വിൽപ്പന നടക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഒരു ടെക്നിക്കൽ ടൈമിൽ പറയുന്നത് ഒരു വാറാണ്. ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് എ വാർ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വാറിൽ വിജയിക്കണമെങ്കിൽ, ഇതിൽ സെല്ലിങ്ങിൽ വിജയിക്കണമെങ്കിൽ നമ്മൾ ഇതിനെ ഒരിക്കലും വാറായി കാണരുത്, ഒരു യുദ്ധമായി കാണരുത്. ബെസ്റ്റ് സെല്ലേഴ്സ് ഡോണ്ട് ആക്ച്വലി ട്രീറ്റ് ഇറ്റ് ലൈക്ക് എ വാർ. അതിന് പകരം അവർ ചെയ്യുന്നത് എന്താണെന്നറിയോ? ഇതൊരു ടീം വർക്കായിട്ട് മാറ്റും. എന്ന് പറയാ, കസ്റ്റമറും നമ്മളും ആയിട്ടുള്ള ഒരു ടീം വർക്കായിട്ട് മാറ്റും. എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ? ആ കസ്റ്റമറുടെ ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടീം വർക്കായിട്ടാണ് നമ്മൾ മാറ്റുന്നത്. ഉദാഹരണത്തിന്, ഒരാൾക്കൊരു ഒരു മുട്ടുവേദനയുണ്ട്, അല്ലെങ്കിൽ ഒരു ഡയബറ്റിക് പ്രോബ്ലം ഉണ്ട്, ഇല്ലെങ്കിൽ ഒരു കൊളസ്ട്രോൾ പ്രോബ്ലം ഉണ്ട്. അപ്പൊ അത് സോൾവ് ചെയ്യാൻ കസ്റ്റമർ നമ്മളോട് ചേർന്ന് ഒരുമിച്ച് ചെയ്യുന്ന ഒരു സംഗതിയായിട്ട് ആണ് ഒരു ബെസ്റ്റ് സെല്ലർ, അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് സെല്ലർ, അല്ലെങ്കിൽ ഒരു മോഡി കെയർ അഡ്വൈസർ ഇതിനെ കണക്കാക്കേണ്ടത്. അപ്പൊ അങ്ങനെ കാണുമ്പോൾ തന്നെ ഈ ബയ്യറെ നമുക്ക് ഡിസാം ചെയ്യാൻ കഴിയും.
നിരായുധനാക്കാൻ കഴിയും. പിന്നെ അവിടെ ഫൈറ്റ് അല്ല, അവർ ഒരുമിച്ച് ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഒത്തൊരുമയോടെ മൂവ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുന്നത്. അപ്പൊ അത്തരത്തിലൊരു മാറ്റം. അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി പറയാം, നോർമലി ഈ മറ്റ് ബിസിനസ്സുകളിൽ ഓൺ ടൈം സെയിൽസ് ആണ് നടക്കുന്നത്. പക്ഷെ മോഡി കെയറിൽ നമുക്കിത് ലൈഫ് ടൈം സെയിലാണ്. അങ്ങനെ ആയതുകൊണ്ട് കസ്റ്റമറുടെ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു നീഡ് നമ്മൾ മോഡി കെയറിന്റെ ഉൽപ്പന്നങ്ങളിലൂടെ അത് പരിഹരിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഒരു കൂട്ടായ ടീം വർക്കായിട്ട് നമുക്കിതിനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഡയറക്റ്റ് സെല്ലിങ്ങിൽ മോഡി കെയറിൽ ഒരാൾ ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് തോന്നുന്നു. തീർച്ചയായും സെല്ലിംഗ് ഒരു നല്ല സംരംഭമാണ്, ഏറ്റവും നല്ല കാര്യമാണ് ലോകത്ത്. നമുക്ക് പശു ഉണ്ടെങ്കിൽ, നമ്മൾ 2 പശു ഉണ്ട്, നമ്മൾ പാല് കറന്ന് അധികം വരികയാണെങ്കിൽ നമ്മൾ അത് വിൽക്കും. വീട്ടിൽ കുറെ തെങ്ങുണ്ട്, തേങ്ങ അടത്തി അധികം വന്നാൽ നമ്മൾ തീർച്ചയായിട്ടും വിൽക്കും. മരച്ചീനി നട്ട് അധികം വന്നാൽ വിൽക്കും. അപ്പൊ എന്ത് കാര്യം നമ്മൾ വിൽക്കുക എന്ന് പറയുന്നത് നമ്മുടെ പാരമ്പര്യത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ ആ മഹത്തായ ഭാഗം കുറച്ചുകൂടെ മനോഹരമായി ചെയ്യാൻ കഴിയുന്നത്, മനോഹരം എന്ന് പറയാൻ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റുകൾ ആൾക്കാരുടെ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷനായിട്ട് റെക്കമെൻഡ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് മോഡി കെയർ എന്ന് പറയുന്നത്. അപ്പൊ ആ അർത്ഥത്തിൽ നമ്മുടെ സെല്ലിങ്ങിനെ നമ്മൾ ഷെയറിങ് എന്നാ പറയുന്നത്. നമ്മൾ ഉപയോഗിച്ച് നോക്കിയ ഉൽപ്പന്നങ്ങൾ, നമുക്ക് പൂർണ്ണമായും ബോധ്യപ്പെട്ട ഉൽപ്പന്നങ്ങൾ നമ്മുടെ വാം സർക്കിളിലുള്ള ആൾക്കാരുമായിട്ട് പങ്കുവെക്കുക എന്നാണ് ശരിക്കും മോഡി കെയറിൽ നമ്മൾ സെല്ലിങ്ങിൻ്റെ പറയുന്നത്. നമ്മളിപ്പോൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കുറച്ച് പ്രസാദം കിട്ടും. നമ്മൾ കൊണ്ടുവന്ന് ഒറ്റയ്ക്ക് കഴിക്കുകയല്ല ചെയ്യുന്നത്, നമ്മുടെ വീട്ടിലെ കുടുംബാംഗങ്ങൾക്കെല്ലാം സന്തോഷമായിട്ട് കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. അതുപോലെ മോഡി കെയറിന്റെ ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ട് അത് നല്ലതാണെന്ന് ബോധ്യപ്പെട്ടിട്ട് നമ്മുടെ വാം സർക്കിളിലുള്ള ആൾക്കാർക്ക് ആ പുണ്യം കിട്ടാൻ വേണ്ടിയിട്ട്, ഈ പ്രോഡക്റ്റ് കൊണ്ടുള്ള ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ പങ്കുവെക്കുന്ന രീതിയാണ് യഥാർത്ഥത്തിൽ മോഡി കെയറിലുള്ളത്. മാർക്കറ്റിലെ സെല്ലിങ്ങും നമ്മുടെ സെല്ലിങ്ങുമായിട്ടുള്ള വ്യത്യാസം അതാണ്. ഓക്കെ, അപ്പൊ ഇനി എങ്ങനെയാണ് നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനെ നമുക്ക് മോഡി കെയറിന്റെ കസ്റ്റമറായിട്ട് മാറ്റാൻ കഴിയുന്നത്? അതിൻ്റെ ഒരു പ്രോസസ്സ് എന്താണ്, പ്രൊഫഷണലായിട്ട് നമ്മൾ അത് എങ്ങനെ ചെയ്യണം, അതിനെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. വളരെ രസകരമായിട്ടോ. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമുക്കറിയാവുന്ന ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്, നമ്മുടെ കയ്യെത്തും ദൂരത്തുള്ള F&R എന്ന് പറയുന്നതിനാണ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്. അവരുടെ ഒരു റിട്ടൺ ലിസ്റ്റ് എഴുതി ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ കല്യാണത്തിൽ വിളിക്കുന്നത് നമ്മുടെ എല്ലാ പരിചയക്കാരും വിളിക്കും. പക്ഷേ നമ്മളൊരു വീട്ടിൽ നിശ്ചയം നടന്നാൽ വാം സർക്കിളിലുള്ള ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനെ വിളിക്കുന്നത്. അപ്പൊ അവരുടെ ലിസ്റ്റാണ് നിങ്ങൾ എഴുതേണ്ടത്. ഉറപ്പായ ഒരു 100 പേര് മിനിമം ഉണ്ടാവും. ഒരു 200, 300, 500 പേരെയൊക്കെ നിശ്ചയത്തിൽ വിളിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരെല്ലാം നിങ്ങളുടെ ലിസ്റ്റിൽ ആദ്യം ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ലിസ്റ്റ് എഴുതുക എന്നുള്ളതാണ് ആദ്യം. അത് കഴിഞ്ഞാൽ ഇനി ഓരോരുത്തരായിട്ട് നമ്മൾ എങ്ങനെ സമീപിക്കണം? നമുക്ക് കൂട്ടായിട്ടും സമീപിക്കാം, ഓരോരുത്തരായിട്ട് സമീപിക്കാം. നിങ്ങൾക്കാണെങ്കിൽ ഈ ലിസ്റ്റിലുള്ള ആൾക്കാരെ വെച്ചിട്ട് ഒരു ദിവസം വീട്ടിൽ നിങ്ങളുടെ സീനിയറെ കൂടെ വിളിച്ചിട്ട് ഒരു പ്രോഡക്റ്റ് ഡെമോ നമുക്ക് സംഘടിപ്പിക്കാം. അല്ലെങ്കിൽ നമ്മളെ ലേന മനോജിനെ വിളിച്ചിട്ട് ഒരു സ്കിൻ കെയർ ഡെമോൺസ്ട്രേഷൻ വെക്കാം. ഡെമോൺസ്ട്രേഷൻ എന്ന് പറയാം, ലേന മനോജ് വന്നിട്ട് സ്കിൻ കെയർ പ്രോഡക്റ്റുകൾ വിശദീകരിക്കുകയും അത് വെച്ചിട്ട് ആൾക്കാരെ ഒരുക്കുകയും ഫേഷ്യൽ ചെയ്യുകയൊക്കെ ചെയ്തു തരും. അദ്ദേഹം ബ്യൂട്ടീഷ്യൻ കൂടാണ്. അങ്ങനെ നിങ്ങൾ ഈ ലിസ്റ്റിലുള്ള 100 പേരിൽ നിന്ന് ഒരു 10-20 ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് വിളിച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂർ കൊണ്ട് ഗ്രൂപ്പായിട്ട് 10 പേരെ അല്ലെങ്കിൽ 20 പേരെ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ഡെമോ ചെയ്തിട്ട് നിങ്ങൾക്ക് അവരെ കസ്റ്റമറായിട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയും. സിമ്പിൾ മെത്തേഡാ. കണ്ടോ, 1 മണിക്കൂർ കൊണ്ട് 10-20 പേരെ വിളിച്ചാൽ 10 പേര് വരും. 20 പേരെ വിളിച്ചാൽ ഒരിക്കലും 20 പേര് വരുമെന്ന് വിചാരിക്കുന്നത്, 10 പേര് വരും. ആ 10 പേരെ കൺവിൻസ് ചെയ്താൽ ഉറപ്പായും ഒരു 5-6 കസ്റ്റമർ നിങ്ങൾക്ക് കിട്ടും. ഇനി 1-2 ആൾക്കാർ ഇത് കണ്ടു കഴിയുമ്പം എന്താ ഈ പരിപാടി എന്ന് ചോദിച്ചിട്ട് അവർ മോഡി കെയറിൽ അംഗമാകാൻ, നിങ്ങൾ ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷൻ നടത്തിയിട്ടില്ല, മോഡി കെയറിൽ അംഗമാകാൻ വേണ്ടിയിട്ട് തയ്യാറായി വരും. കണ്ടോ, എന്ത് എളുപ്പമാ, സിമ്പിളാ. അപ്പൊ അത് നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പൊ അങ്ങനെ കസ്റ്റമർ ആക്കുന്ന ആൾക്കാർ,
ഇപ്പൊ ഒരു നമ്മളൊരു പ്രോഡക്റ്റ് ഡെമോ വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞില്ലേ 20 പേരെ വിളിച്ച് 10 പേര് വന്ന് 5 പേര് കസ്റ്റമറായി. ഈ കസ്റ്റമർ പിന്നെ പോയ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് കുറച്ച് നാളെ കഴിയുമ്പോഴത്തേക്ക് അവർക്ക് പൂർണ്ണമായിട്ടും കൺവിൻസ്ഡ് ആവും. ആ കൺവിൻസ്ഡ് ആയ കസ്റ്റമറെ നമുക്ക് മോഡിക്കിന്റെ അഡ്വൈസർമാരായിട്ട് നമ്മുടെ ടീമിൽ അംഗങ്ങളായിട്ട് മാറ്റിയെടുക്കാൻ കഴിയും. അപ്പം അവരെ പറയുന്നത് കസ്റ്റമർ ടേൺഡ് കൺസൾട്ടൻസ് എന്നാണ് പറയുന്നത്. ഭയങ്കര ശക്തമായിരിക്കും ബിസിനസ്സിൽ അവർ. അപ്പൊ അങ്ങനെ ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പൊ അത് ഒരു സിസ്റ്റം. ഇനി നമ്മൾ ഒരാളെ വ്യക്തിപരമായി കസ്റ്റമറൈസ് ചെയ്യാൻ പോവാണ്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ആ വ്യക്തിയെ, അത് എളുപ്പമല്ലേ? നമുക്ക് ലിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഇപ്പൊ എനിക്കിപ്പോ ഒരു അരമണിക്കൂറുണ്ട് അല്ലെങ്കിൽ 1 മണിക്കൂർ ഫ്രീ ആണ് ഞാൻ, അല്ലെങ്കിൽ ഞാൻ സമയം കണ്ടെത്തി വെച്ചേക്കാം, എനിക്കൊരു കസ്റ്റമറെ കാണണം, ഒരു പ്രോസ്പെക്റ്റിനെ കണ്ടെത്തി അവരെ കസ്റ്റമറാക്കി മാറ്റണം, മോഡിക്കന്റെ കസ്റ്റമറാക്കി മാറ്റണം. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് പ്രൊഫഷണൽ ആയിട്ട്? അപ്പൊ നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ഡ്രസ്സിങ് രീതിയാണ്. നീറ്റ്ലി ഡ്രസ് ചെയ്യണം. 2, നമ്മൾ കൊണ്ടുപോകുന്ന മെറ്റീരിയൽസ്, നമ്മുടെ ബാഗ് നന്നായിട്ട് നമ്മൾ നല്ല ഫിനിഷിങ് ചെയ്ത്, നമ്മുടെ മോഡിക്കന്റെ തന്നെ മൈറ്റീൻ 1 എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഉണ്ട്, അതൊക്കെ അടിച്ചൊന്ന് പോളിഷ് ചെയ്ത് നല്ല തിളക്കത്തോടെ വെക്കണം. പിന്നെ നല്ലൊരു ബാഗ് പ്രോഡക്റ്റ് വെക്കാൻ വേണ്ടി ഒത്തിരി പ്രോഡക്റ്റ് ഒന്നും എടുത്തുകൊണ്ട് പോകരുത്. സെലക്ട് ചെയ്ത് ആ കസ്റ്റമറെ നിങ്ങൾക്കറിയാം, അവരുടെ അറിയാവുന്ന ആളുകൾക്കല്ലേ നമ്മൾ പോകുന്നത്. അപ്പൊ അവർക്ക് ഏതിലാണ് ടേസ്റ്റ് ഉള്ളതെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. അത് ഞാൻ പറയാം എങ്ങനെയാണെന്നുള്ളത്. ഐഡന്റിഫൈ ചെയ്തിട്ട് അത്തരം പ്രോഡക്റ്റുകൾ, കുറച്ച് പ്രോഡക്റ്റ് കയ്യിൽ കരുതുക. ആ കയ്യിൽ കരുതുന്ന ബാഗിന് പ്രാധാന്യമുണ്ട്. നിങ്ങൾക്ക് ഹാൻഡി ആയിട്ട് ഈസി ആയിട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ബാഗ് വേണം കൊണ്ടുപോകാൻ. കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ വണ്ടിയിൽ സൂക്ഷിച്ചാൽ മതി. കയറി പോകുമ്പം വളരെ പ്രൊഫഷണലായിട്ട് ഈ പ്രോഡക്ട്സിന്റെ ബാഗും നിങ്ങളുടെ ഹാൻഡ് ബാഗും ഒക്കെ ഉണ്ടാകണം. പുരുഷന്മാരാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതി പ്രോഡക്റ്റിന്റെ ബാഗും ആയിട്ട് നിങ്ങൾ പ്രൊഫഷണലായിട്ട് വേണം അവരെ വീട്ടിലേക്ക് കയറി ചെല്ലാൻ വേണ്ടി. നമ്മൾ എപ്പോഴും പോകുന്ന വീടായിരിക്കും, എങ്കിലും വളരെ ശ്രദ്ധാലുവായിരിക്കണം. നമ്മൾ വളരെ പ്രൊഫഷണൽ ആയിട്ട് ഒരു ബിസിനസ് ആണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഡ്രസ്ഡ് ഫോർ ദി പ്രൊഫഷൻ, ആ രീതിയിൽ നമ്മൾ ഡ്രസ് ചെയ്ത് അവരെ അപ്രോച്ച് ചെയ്യണം. അപ്പം അങ്ങനെ കസ്റ്റമറൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കോളിംഗ് ബെൽ അടിക്കുന്നു, കസ്റ്റമർ ഇറങ്ങി വരുന്നു, വളരെ നന്നായിട്ട് മനസ്സ് തുറന്ന് ചിരിക്കണം അവരോട്. ചിരിച്ച് അവർ സ്വാഗതം ചെയ്ത് നമ്മൾ അകത്തേക്ക് സ്വാഗതം ചെയ്തു കഴിഞ്ഞാൽ വളരെ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു സ്പേസിൽ നിങ്ങൾ ഇരിക്കണം. കാര്യം നിങ്ങൾക്ക് അവരോട് കുറച്ചു നേരം സംസാരിക്കാനുണ്ട്, പിന്നെ പ്രോഡക്റ്റുകൾ പരിചയപ്പെടുത്താനുണ്ട്, ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഏറ്റവും കൺവീനിയന്റ് ആയ വെളിച്ചമുള്ള ഒരു സ്ഥലത്ത് വേണം നിങ്ങൾ ഇരിക്കാൻ. അവരായിരിക്കും സ്വീകരിക്കുന്നത് എങ്കിലും നമ്മൾ നോക്കിയിട്ട് അവർ ഇരിക്കാൻ പറഞ്ഞ സ്ഥലം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് ഇരുന്നാലോ എന്ന് പറയാറുണ്ട്. അങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ആദ്യമേ തുടക്കത്തിൽ നിങ്ങളുടെ മനസ്സിൽ ഈ കച്ചവടം ചെയ്യുന്ന ചിന്തകൾ വരാൻ പാടില്ല. കാര്യം അപ്രോച്ച് എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പാണ് ആദ്യം. അപ്പൊ അവിടെ നമ്മളൊരു സെയിൽസ്മാൻ ആയിട്ട് അവിടെ പെരുമാറാൻ പാടില്ല. കാര്യം നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന്റെ അടുത്താണ് പോകുന്നത്. അവിടെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് നമ്മൾ അവരുമായിട്ടുള്ള പരിചയം, സൗഹൃദം പുതുക്കുക എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പാണ് അവിടെ നമ്മൾ ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ അപ്രോച്ചില് അവരുടെ കുടുംബാംഗങ്ങളെ കുറിച്ച് തിരക്കുക, ഹസ്ബൻഡ്, മക്കള്, അച്ഛനമ്മമാര്, അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരുടെ സുഖ വിവരങ്ങൾ തിരക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം അവരുടെ സാമ്പത്തിക ആരോഗ്യ കാര്യങ്ങൾ വളരെ ജെന്യുവനായിട്ടുള്ള ഇൻട്രസ്റ്റോടെ അവരോട് തിരക്കുക എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, ഒരു കസ്റ്റമറെ കാണാൻ പോകുമ്പം നിങ്ങൾ ഭയങ്കരമായി വാചാലമാകരുത് അപ്രോച്ച് സമയത്ത്. ആ കസ്റ്റമർക്ക് എന്തൊക്കെയാണോ നിങ്ങളോട് പറയാനുള്ളത്, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാനുള്ള ഒരു കേൾവിക്കാരനായിട്ടിരിക്കണം. ഏറ്റവും നല്ല ജെന്യുവനായിട്ടുള്ള ഒരു ലിസണർ ആയിട്ടിരിക്കണം. എന്നിട്ട് അവരെ കാര്യങ്ങൾ ജെന്യുവനായിട്ടുള്ള ഇൻട്രസ്റ്റുകൾ കാണിക്കുകയും അവർ പറയുന്ന കാര്യങ്ങൾ അവരോടൊപ്പം ചേരുകയും വേണം. നിങ്ങൾക്കിനി അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണെങ്കിൽ പോലും
അവരുടെ അഭിപ്രായത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ആ ബന്ധത്തിന്റെ ഊഷ്മളത വർദ്ധിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് അപ്രോച്ചിൽ ചെയ്യേണ്ടത്. അപ്പൊ ഇത്രയും കോൺവെർസേഷനിലൂടെ അവരുടെ 2-3 നീഡ് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ സുഹൃത്ത് പറയാണ്, ഇപ്പൊ നമ്മൾ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ചേച്ചി അല്ലെങ്കിൽ ചേച്ചിയാണ് നമ്മളോടൊപ്പം സംസാരിക്കുന്നത്. ചേച്ചി പറയാണ്, ചേട്ടൻ ഓഫീസിൽ പോയിരിക്കുകയാണ്, ക്ഷീണമാണിപ്പം, കാര്യം ഡയബറ്റിക് ഉണ്ട്, അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടുതലാണ്. അങ്ങനെ ചേട്ടന്റെ പ്രശ്നം പറയുന്നു. കുട്ടികളെ പഠിത്ത കാര്യം പറയുന്നതിൻ്റെ ഇടയ്ക്ക് സ്കൂളിലൊക്കെ പോയി ട്യൂഷനൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അവന് ഭയങ്കര ക്ഷീണമാണ്. കണ്ടോ, നമ്മൾ 2 നീഡ് കണ്ടുപിടിച്ച്. ഒന്ന്, ചേട്ടന് കൊളസ്ട്രോൾ ഉണ്ട്, 2 കുട്ടിക്ക് ക്ഷീണമുണ്ട്. അപ്പൊ അവരുടെ നീഡ് നമ്മളെ പ്രോഡക്റ്റ് കൊണ്ട് അവരെ സഹായിക്കാൻ പറ്റുന്ന ആ മാറ്റർ നമ്മൾ കണ്ടുപിടിച്ച്. ഇനി പറയാണ്, പുള്ളിക്കാർ പറയും, ജോലിയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് കൈയും കാലും ഒക്കെ ഭയങ്കര വേദന, അങ്ങോട്ട് നടക്കാൻ ശരിയായിട്ട് പറ്റുന്നില്ല. കണ്ടോ, നമ്മൾ അവരുമായിട്ടുള്ള കോൺവെർസേഷനിൽ അവരുടെ നീഡ് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ആ വീടൊക്കെ നോക്കുകയാണ്, വളരെ ഭംഗിയായിട്ട് തുടച്ചു വൃത്തിയാക്കിയിട്ടിരിക്കുക. വേണ്ട, അവിടെ ഒരു ഫ്ലോർ ക്ലീനറിന്റെ ആവശ്യമുണ്ട്. വസ്ത്രങ്ങളൊക്കെ നന്നായിട്ട് കഴുകി നല്ല നീറ്റ്ലി ഡ്രസ്സറാണ് ആ ചേച്ചി. ലോണ്ടറി കെയറിന്റെ നീഡുണ്ട് അവിടെ. കണ്ടോ? അപ്പം ഇനി ഇടയ്ക്ക് വെച്ച് ചിലപ്പോൾ ആരെങ്കിലും ഏജായ ആൾക്കാർ ബാത്റൂമിലേക്ക് പോകാൻ വേണ്ടി വന്നിട്ടുണ്ടാവും. അവിടെ അവർ ബാത്റൂം തുറന്ന് ബാത്റൂമിനകത്ത് കയറുമ്പം നമുക്ക് മനസ്സിലായി ആ ബാത്റൂം വളരെ ക്ലീൻ ആയിട്ട് സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ പലതരം നീഡുകൾ നമ്മൾ ഈ അപ്രോച്ചിലൂടെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. അത് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഒരു യഥാർത്ഥ മോഡി കെയർ അഡ്വൈസറുടെ 2ാമത്തെ സ്റ്റെപ്പ്. ഇപ്പോഴും നമ്മൾ കച്ചവടം ഒന്നും തുടങ്ങിയിട്ടില്ല. നമ്മൾ കാര്യങ്ങൾ വിലയിരുത്തി മനസ്സിലാക്കുകയാണ് ആ കസ്റ്റമറെ, അവരുമായിട്ട് ഉള്ള ബന്ധത്തിന് ഒരു ഊഷ്മളത സൃഷ്ടിക്കുകയാണ്. അപ്പോൾ ആ സ്റ്റെപ്പ് കഴിയുമ്പോഴാണ് 3ാമത്തെ സംഗതിയായിട്ട് നമ്മൾ ഒരു ടെസ്റ്റിമോണിയൽ പറയാൻ പോവാണ്, ഒരു അനുഭവം പറയാൻ പോവാണ്. ശരിയാണ്, വീട്ടിലെ ചേട്ടന് അല്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് ഇതേപോലെ ജോലിയൊക്കെ ചെയ്ത് കഴിയുമ്പം ഭയങ്കര ക്ഷീണമായിരുന്നു, മുട്ടുവേദനയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരു സപ്ലിമെന്റ് കൊടുത്തു, അമ്മയ്ക്ക് ഭയങ്കര ആശ്വാസമുണ്ട്. വീട്ടിൽ ചേട്ടന് ഇതേപോലെ ആയിരുന്നു, ഈ ചേട്ടന് ഡയബറ്റിക്കാ പറഞ്ഞത്, വീട്ടിലെ ചേട്ടന് കൊളസ്ട്രോൾ ആയിരുന്നു, നമ്മളൊരു സപ്ലിമെന്റ് കൊടുത്ത് ഇപ്പൊ കൺട്രോൾഡായി. അപ്പം അങ്ങനെയുള്ള അനുഭവങ്ങൾ, ടെസ്റ്റിമോണിയൽസ് നമ്മൾ അവരോട് ഷെയർ ചെയ്യണം. ഇതുവരെ നമ്മൾ മോഡി കെയറിനെ കുറിച്ചോ പ്രോഡക്റ്റുകളെ കുറിച്ചോ നമ്മൾ സംസാരിച്ചിട്ടില്ല. ഈ 3 സ്റ്റെപ്പ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഒരു സെയിൽസ് നടത്തുന്നതിൽ നമ്മുടെ ഒരു പ്രോസ്പെക്റ്റിനെ കസ്റ്റമറാക്കി മാറ്റുന്നതിനുള്ള 3 സ്റ്റെപ്പാണ് ഞാൻ പറഞ്ഞത്. 1 അപ്രോച്ച്, 2 അവരുടെ നീഡ് ഐഡന്റിഫൈ ചെയ്യുക, അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുക, 3 നമ്മുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുക. അവരോട് പറയാ. അപ്പം ഇതൊക്കെ അപ്പൊ അവര് സ്വാഭാവികമായും ചോദിക്കാം, എവിടുന്നാ ഈ പ്രോഡക്റ്റ്? അപ്പൊ നമ്മൾ പറയാണ്, ഞാനിപ്പം അതിൻ്റെ ഒരു വിതരണം ആരംഭിച്ചിരിക്കുക, നല്ല ഉൽപ്പന്നങ്ങളാണ്, നല്ല പ്രോഡക്റ്റുകളാ. വീട്ടിൽ ഞാൻ വസ്ത്രങ്ങളൊക്കെ അലക്കാൻ ഇപ്പം ഈ കമ്പനിയുടെ വാഷിംഗ് പൗഡറാണ് ഉപയോഗിക്കുന്നത്. തലേണ ഉറയൊക്കെ കഴിയപ്പോൾ നല്ല തുമ്പപ്പൂ പോലെ വെളുത്ത് ഇതിന്റെ വാഷിംഗ് പൗഡർ വെച്ച് കഴിയപ്പം വീണ്ടും കമ്പനിയുടെ പേരൊന്നും പറയാതെ തന്നെ നമ്മൾ ടെസ്റ്റിമോണിയൽ ചെയ്യുക. അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ വാഷ്മേറ്റ് ഒന്ന് ആ വാഷിംഗ് പൗഡർ ഒന്ന് കാണിക്കാവോ എന്ന് അവരിങ്ങോട്ട് ചോദിക്കും. ചോദിച്ചില്ലെങ്കിൽ നമ്മൾ അതിനുള്ള ഈ പ്രോഡക്റ്റ് കാണിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് ഒരിക്കലും ടെസ്റ്റിമോണിയൽ പറഞ്ഞങ്ങ് നീണ്ടു പോകരുത്. കറക്റ്റ് സമയത്ത് നമ്മൾ ബാഗ് അവർ കാണുന്ന രീതിയിൽ വേണം വയ്ക്കാൻ. നേരത്തെ വെച്ചിരിക്കുകയാണ്, ആ ബാഗ് കൊണ്ട് വെക്കുമ്പോൾ തന്നെ ഇവരിലൊരു ക്യൂരിയോസിറ്റി ഉണ്ട്, ദൈവമേ എന്തായിരിക്കും ഈ ബാഗിൽ. സാധാരണ ഇങ്ങനെ ബാഗ് വേട്ടൊന്നും പുള്ളിക്കാർ ഇവിടെ വരാറില്ലല്ലോ. ഒരു ക്യൂരിയോസിറ്റി നമ്മൾ ആദ്യമേ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പം
കണ്ടോ, നമ്മൾ അപ്പോഴേ ആ ബാഗിനകത്ത് നിന്ന് നമ്മൾ വാഷ്മേറ്റ് പുറത്തേക്ക് എടുത്തു. കണ്ടോ, ഇതാണ് ആ പ്രോഡക്റ്റ്. ഇതൊരു 15 ഗ്രാം മതി ഒരു ബക്കറ്റ് തുണി കഴുകാൻ. വാഷിംഗ് മെഷീൻ കഴുകാനായിട്ട് 2 സ്പൂൺ 30 ഗ്രാം മതി. 10 രൂപ 12 രൂപയ്ക്കകത്തേ ആവത്ത്. 12 രൂപ ഒരു മെഷീൻ വാഷിനുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് 12 രൂപയേ ഉള്ളൂ. പക്ഷെ മാർക്കറ്റിലെ പ്രോഡക്റ്റുകളുണ്ടല്ലോ, മാർക്കറ്റിലെ പ്രോഡക്റ്റ് നമ്മൾ ഒരു ബക്കറ്റ് തുണി കഴുകാൻ വേണ്ടിയിട്ട് 20-30 രൂപയൊക്കെ ചിലവാക്കുന്നിടത്ത് ഇത് 12 രൂപയാവത്തുള്ളൂ. വളരെ ലാഭകരമാണ്. പിന്നെ ഇതിന്റെ ബെനഫിറ്റ്സ് നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഫീച്ചേഴ്സ് ആൻഡ് ബെനഫിറ്റ്സ് കണ്ടോ, ഇത് കോൺസെൻട്രേറ്റഡ് ആണ്, കുറച്ചെടുത്താൽ മതി, ഈ അഴുക്കിലൊക്കെ വളരെ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യും. ഫീച്ചേഴ്സ് ആൻഡ് ബെനഫിറ്റ്സ് പറഞ്ഞു കൊടുക്കുക. അതിനുശേഷം നമ്മളത് പറഞ്ഞു കൊടുത്തു. ഇനി മറ്റൊരു പ്രോഡക്റ്റ്, നേരത്തെ പറഞ്ഞ രീതിയിൽ ബാത്റൂം തുറന്നില്ലേ, ഞാനൊരു ഉദാഹരണം പറയണം. ബാത്റൂം തുറന്നപ്പം ഇവിടെ താഴെ മേളിലും കൂടെ 3 ബാത്റൂം ഉണ്ടാവും. നമ്മൾ മനസ്സിലാക്കി 3 ബാത്റൂം ഉണ്ടെന്ന്. നമ്മൾ അടുത്ത പ്രോഡക്റ്റ് എടുത്ത് ബിയോണ്ട് ബ്ലൂ എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞ് ഇത് ഒരു വണ്ടർഫുൾ പ്രോഡക്റ്റ് ആണ്. ഇത് ആദ്യം ഈ പ്രോഡക്റ്റ് എന്തിനുള്ളതാണെന്ന് പറയാം. ബിയോണ്ട് ബ്ലൂ എന്നാണ് ഇതിന്റെ പേര്. ബാത്റൂം ക്ലീനർ ആണ്. 90 സെക്കൻഡ് ഫോർമുലയാണ്. 90 സെക്കൻഡ് കൊണ്ട് ബാത്റൂം എല്ലാം മൊത്തം അണുക്കളെയും കൊന്ന് അണുവിമുക്തമായി ക്ലീൻ ആക്കും. പിന്നെ സ്മെല്ലും ഇല്ല, അഴുക്കും ഇല്ല, ഒരു ഓർഡറും ഇല്ല. അപ്പൊ അത് പറയാം. ഉപയോഗിക്കേണ്ട രീതി പറഞ്ഞു കൊടുക്കണം. 10-15 തുള്ളി നനച്ചതിന് ശേഷം 10-15 തുള്ളി അപ്ലൈ ചെയ്ത് നമ്മൾ കാണിക്കുക. അതാണ് ഡെമോ എന്ന് പറയുന്നത്. കണ്ടോ, ഡെമോ കാറ്റഗറിയിൽ നമ്മൾ പ്രോഡക്റ്റ് കാണിക്കുക, എന്തിനുള്ളതാണെന്ന് പറയുക, അതിന്റെ ഫീച്ചേഴ്സ് ആൻഡ് ബെനഫിറ്റ്സ് പറയുക, അതിന്റെ ലാഭവശം പറയുക. പിന്നെ നമ്മളെ കമ്പനിയുടെ പ്രോഡക്റ്റിന് ഒരു യുണീക്ക് സെല്ലിംഗ് പോയിന്റ് ഉണ്ടാവും. എന്ന് പറയാൻ നമ്മുടെ പ്രോഡക്റ്റിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. അത് ഈ ബിയോണ്ട് ബ്ലൂ എടുക്കുമ്പോൾ 90 സെക്കൻഡ് പ്രോബ്ലമാണ്, 90 സെക്കൻഡ് ഫോർമുലയാണ്. സെപ്റ്റിക് ടാങ്കിൽ പോയി കഴിഞ്ഞാൽ അത് അടുത്ത ബാക്ടീരിയ കൊല്ലത്തില്ല. 90 സെക്കൻഡ് കൊണ്ട് അതിന്റെ പണി കഴിഞ്ഞു. അരമണിക്കൂറൊക്കെ ഒഴിച്ചിട്ടുള്ള സമയത്ത് 90 സെക്കൻഡ് മതി. വാഷ്മേറ്റ് കോൺസെൻട്രേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അത് കോൺസെൻട്രേറ്റഡ് ഡിറ്റർജന്റാണ്, കുറച്ച് ഉപയോഗിച്ചാൽ മതി, എഫക്റ്റീവ്നെസ് കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ യുണീക് സെല്ലിംഗ് പോയിന്റ്സ് ഉണ്ട്. എൻസൈംസ് ആണ് അതിൽ വർക്ക് ചെയ്യുന്നത്. അത് യുണീക് സെല്ലിംഗ് പോയിന്റാ. അത്തരം കാര്യങ്ങൾ അതാണ് ഡെമോയിൽ പറയാൻ. ഇനി പേസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പേസ്റ്റിന്റെ ഫീച്ചേഴ്സ് ഒക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ ആസിഡ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ പേപ്പർ എടുത്ത് വെച്ചിട്ടോ നമുക്ക് ഡെമോൺസ്ട്രേഷൻ കാണിക്കാം. ലാസ്റ്റ് ഈ പറഞ്ഞ രീതിയിൽ എന്ത് പേസ്റ്റിന്റെ പേര് പറയുക, എന്തിനുള്ളതാണെന്ന് പറയുക, അതിന്റെ ഫീച്ചേഴ്സ് ആൻഡ് ബെനിഫിറ്റ് പറയുക, ലാഭവശം പറയുക, അതിനുശേഷം ഡെമോ കാണിക്കുക. ഇതാണ് ഡെമോയിൽ വരുന്നത്. ഡെമോ എന്ന് പറയുന്ന പാർട്ടിൽ ഇത്രയാണ് വരുന്നത്. അപ്പൊ ഏത് പ്രോഡക്റ്റ് എടുത്താലും ശരി തന്നെ ആ രീതിയിലാണ്. അപ്പം പറയുന്ന പ്രോഡക്റ്റ് ആ കസ്റ്റമറെ പൂർണ്ണമായും കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ ഒത്തിരി പ്രോഡക്റ്റ് എടുത്തിട്ട് പറയരുത്, അവർക്കൊന്നും മനസ്സിലാകത്തില്ല, ഒന്നും കൺവിൻസ്ഡ് ആകുകയില്ല. ഇപ്പൊ കൊളസ്ട്രോളിന്റെ കൺട്രോൾ ചെയ്യാനാണെങ്കിൽ നമുക്ക് 2 പ്രോഡക്റ്റ് ഉപയോഗിച്ചാൽ മതി. ഹസ്ബൻഡ് കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ 2 പ്രോഡക്റ്റ് ഉപയോഗിച്ചാൽ മതി. ഒന്ന് നമ്മുടെ ഗാർലിക് പേൾ എന്ന് പറയുന്ന പ്രോഡക്റ്റ്, 2 നമ്മുടെ കാർഡിയോ ആക്ട് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ്. അപ്പൊ ആ പ്രോഡക്റ്റ് രണ്ടും ഇവിടെ ഒരു കോമ്പിനേഷനാണ്. അതെടുത്ത് കാണിച്ചിട്ട് അതിന്റെ ബെനിഫിറ്റ്സ് പറയുക, ഇത്ര നാളുകൊണ്ട് റിസൾട്ട് ഉണ്ടാവുമെന്ന് പറയുക, ഉപയോഗിക്കുന്ന രീതികൾ പറയുക. ഇനി ജോയിന്റീസ് അതിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഗ്ലൂക്കോസമിൻ മാത്രം കൊടുക്കരുത് ജോയിന്റ് പ്രോബ്ലത്തിന്. അതിൻ്റെ കൂടെ കാൽഷ്യം കൊടുക്കണം, വിറ്റാമിൻ D3യുടെ കുറവുണ്ടെങ്കിൽ അത് കൊടുക്കണം, മൾട്ടി വിറ്റമിൻ കൊടുക്കണം. പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഈ ജോയിന്റ് ഇൻഫ്ലമേഷൻ ഉള്ള ആൾക്കാർക്ക് ടർമറിക്, ആന്റി ഇൻഫ്ലമേറ്ററിയാണ്. അപ്പൊ കോമ്പിനേഷൻസ് കൊടുക്കണം. അപ്പൊ അതിൻ്റെയൊക്കെ ബെനഫിറ്റ് പറഞ്ഞിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് ഡെമോ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ ഡെമോ ചെയ്ത് കാണിക്കുക കുറച്ച് സമയം കൊണ്ട്. ദെൻ അപ്പൊ 4 കാര്യം നമ്മൾ ചെയ്തു വെച്ച് ഇതുവരെ സെയിൽസ് നടന്നില്ല. ഇനി അടുത്ത സ്റ്റെപ്പാണ് ക്ലോസിംഗ്. ഈ ക്ലോസിംഗിലാണ് സെയിൽസ് നടക്കുന്നത്. വളരെ കെയർഫുൾ ആയിരിക്കണം. നമ്മൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ക്ലോസിംഗിലോട്ട് പോവുകയാണ്. പിന്നെ കൂടുതൽ കാര്യങ്ങൾ പറയാൻ പാടില്ല, ക്ലോസ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ക്ലോസിംഗ് ടെക്നിക്ക് എങ്ങനെ ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ഉദാഹരണം പറയും. ഇപ്പൊ നമ്മൾ ബാത്റൂമിന്റെ ബിയോണ്ട് ബ്ലൂ ക്ലോസറ്റ് ക്ലീനർ കൊടുക്കുന്ന കാര്യം പറഞ്ഞു. അവിടെ താഴെ 2 ബാത്റൂം ഉണ്ട്, മേളിലും 1 ബാത്റൂം ഉണ്ട്, അങ്ങനെ 3 ബാത്റൂം ഉണ്ട്. അപ്പൊ നമ്മൾ അവരോട് റെക്കമെൻഡ് ചെയ്യാണ്
ഇവിടെ എത്ര ബാത്റൂം ഉണ്ട് മൊത്തം? 1 2 അവർ പറയാം. അപ്പൊ 3 ഉണ്ടെന്ന് പറയും. ശരി, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ ബാത്റൂമിലും ഓരോന്ന് വെക്കാമല്ലേ എന്ന് പറഞ്ഞിട്ട് ബിയോണ്ട് ബ്ലൂ 3 എണ്ണം വെക്കാം എന്ന് അവരോട് പറയണം. അപ്പൊ അവർ പറയും തൽക്കാലം 3 വേണ്ട, 1 ഇരിക്കട്ടെ എന്ന് പറയും. നമ്മൾ ഈ ഒരു സെയിലെങ്കിലും ഉറപ്പിക്കുക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ അവർ 2 എണ്ണം വെക്കാൻ പറയും, 2 ബാത്റൂമിലേക്കാൻ. ചില മിക്കവാറും ഉള്ളിടത്ത് അവിടെ ഏതെങ്കിലും ഒരു ബാത്റൂമിൽ ഒരു ലൈസോളോ ഹാർപ്പിക്കോ എന്തെങ്കിലും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ 3 എണ്ണത്തിന്റെ ഓപ്ഷൻ ഇടുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഇടണം. കാര്യം അവർക്ക് നോ പറയാതെ ഒരെണ്ണം വെക്കട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഇപ്പൊ വേണ്ട, ഹാർപ്പിക്ക് ഇരിക്കുന്നു പറയും. കണ്ട, അതാണ് അതിന്റെ ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പൊ ക്ലോസിംഗ് ടെക്നിക്ക് നമ്മൾ അവിടെ യൂസ് ചെയ്യണം. അപ്പൊ 3 എണ്ണം വെക്കട്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നുകിൽ 1 പറയാം, അല്ലെങ്കിൽ 2 പറയും ഉറപ്പായിട്ട്. പിന്നെ ആവശ്യക്കാരനാണ് പൂർണ്ണമായും കൺവിൻസ് ആയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 3 എണ്ണം വാങ്ങിച്ചെന്നിരിക്കും. ആ ക്ലോസിംഗിലാണ് യഥാർത്ഥത്തിൽ സെയിൽസ് നടക്കുന്നത്. ഈ പല ആൾക്കാരും ഇതൊന്നും മനസ്സിലാക്കാതെ പോയി കഴിഞ്ഞാൽ ഒന്ന് അപ്രോച്ചിന്റെ അടുത്ത് തന്നെ, അപ്രോച്ച് സമയത്ത് തന്നെ ഇവർ ഈ പ്രോഡക്റ്റ് എടുത്തങ്ങ് ഇടും. അപ്പൊ പ്രോഡക്റ്റിനെ കുറിച്ച് പറയാതെ എടുത്ത് നിരത്തി വെച്ച് കഴിയുമ്പോഴത്തേക്ക് അവർ ആദ്യം എടുത്ത് നോക്കുന്നത് ഇതിന്റെ ബാക്ക് സൈഡില് വിലയാണ്. ഇത് കോൺസെൻട്രേറ്റഡ് ആണെന്നോ 15 തുള്ളി ഉപയോഗിച്ചാൽ മതി എന്നൊന്നും അവരോട് പറഞ്ഞില്ല നമ്മൾ. അതിനു മുമ്പ് തന്നെ പ്രോഡക്റ്റ് കാണിക്കുക. അപ്പോഴേ അവര് പറഞ്ഞില്ലേ, അവരപ്പോ വാർ മോഡിലായി. കാര്യം യുദ്ധം, കാര്യം ഇത് വില കൂടുതലാണ്, ഇത് നഷ്ടമാണെന്നുള്ള ആ ചിന്തയാണ് ആദ്യമേ പോകുന്നത്. അപ്പോഴും വാർ മോഡിലായി പോകും. പക്ഷെ ഈ രീതിയിൽ പോകുമ്പോഴാണ് ടീം വർക്കിലേക്ക് വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അവരുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം, അവരുടെ നീഡിന് ഒരു സൊല്യൂഷൻ ആയിട്ട് വേണം നമ്മൾ ഇത് പറയാൻ വേണ്ടി. അപ്പൊ അതിന് ആ സ്റ്റെപ്പ് ബൈ ആയിട്ട് ആദ്യം അപ്രോച്ച് ചെയ്യുക, രണ്ടാമത് അവരെ നീഡ് ഐഡന്റിഫൈ ചെയ്യുക, 3 ടെസ്റ്റിമോണിയൽസ് പറയുക, 4 ഡെമോൺസ്ട്രേഷൻ ചെയ്യുക പ്രോഡക്റ്റ്, 5 ക്ലോസിംഗ് ചെയ്യുക. ക്ലോസിംഗിലാണ് സെയിൽ ഉറപ്പിക്കുന്നത്. ഇനി ക്ലോസിംഗിൽ അവര് സെയിൽ കൺഫേം ചെയ്തില്ലെന്ന് വെച്ചോ, അല്ലെങ്കിൽ നമ്മൾ ക്ലോസിംഗിൽ ശരിക്കും ഒരു പ്രോഡക്റ്റ് ആയിട്ട് കൊടുക്കരുത്. നമ്മളൊരു പാക്ക് ഓഫ് പ്രോഡക്റ്റ് കൊടുക്കണം. ഒരു 1000 രൂപയ്ക്കുള്ള പ്രോഡക്റ്റ് എങ്കിലും ഒരു കസ്റ്റമറെ നമ്മൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൊടുക്കാൻ സാധിക്കണം. പല പ്രോഡക്റ്റിൽ ധാരാളം പ്രോഡക്റ്റ് ഉണ്ട് നമുക്ക്. അപ്പൊ നമ്മൾ കുറച്ച് പ്രോഡക്റ്റ് കൊടുത്തു, ബാക്കി പ്രോഡക്റ്റുകൾ ഇനിയും കൊടുക്കാനുണ്ട്. 1 2 പ്രോഡക്റ്റ് വാങ്ങിച്ചു. അപ്പൊ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന അവർക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റുകൾ, ചില പ്രോഡക്റ്റ് പറയും അവിടെ ചേട്ടനോടൊന്ന് ചോദിച്ചിട്ട് പറയാം, വാങ്ങിക്കാന്ന് പറയും. അപ്പം ഫോളോ അപ്പ് എന്ന് പറയുന്ന 4ാമത്തെ സംഗതി. അപ്പൊ കുറച്ച് പ്രോഡക്റ്റ് വാങ്ങിച്ചാലും ഇനി പ്രോഡക്റ്റുകൾ ഒന്നും വാങ്ങിച്ചില്ലെങ്കിലും ഫോളോ അപ്പ് എന്ന് പറയുന്ന സംഗതിയുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും ചെയ്തിരിക്കുകയാണ്. അപ്രോച്ച് ചെയ്ത്, ഐഡന്റിഫൈ ചെയ്ത്, നീഡ് ചെയ്ത്, ടെസ്റ്റിമോണിയൽ ചെയ്ത്, ഡെമോ ചെയ്തു, ക്ലോസിംഗ് ടോക്ക് നടന്നു, സെയിൽസ് നടന്നില്ലെന്ന് വെച്ചു. നമ്മൾ അവരെ വീണ്ടും കോണ്ടാക്ട് ചെയ്യണം. മിക്കവാറും എല്ലാ സെയിലും നടക്കുന്നത് 3ാമത്തെയോ 4ാമത്തെയോ 5ാമത്തെയോ ഫോളോ അപ്പിലാണ്. നിങ്ങൾ മനസ്സിലാക്കിക്കോ, ലോകത്തെ ഏറ്റവും കൂടുതൽ സെയിൽസ് നടക്കുന്നത് നമ്മൾ ഇതെല്ലാം ഡെമോ ചെയ്ത് നമ്മൾ പ്രസന്റ് ചെയ്തതിനു ശേഷം 1 കോണ്ടാക്ട് ചെയ്ത്, 2 കോണ്ടാക്ട് ചെയ്ത്, 3ാമത്തെ കോണ്ടാക്റ്റിലോ 4ാമത്തെ കോണ്ടാക്റ്റിലോ 5ാമത്തെ കോണ്ടാക്റ്റിലോ ആണ് സെയിൽസ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ സെയിൽസ്മാൻമാർ എഴുതി വെച്ചിരിക്കുന്നതാണ്. പക്ഷെ നമ്മളിൽ മിക്കവാറുള്ള ആൾക്കാർ ഈ ഫസ്റ്റ് 4 2 4 5 സ്റ്റെപ്പ് ചെയ്ത് ക്ലോസിംഗ് ടോക്കൺ കഴിഞ്ഞിട്ട് അവിടെ വെച്ചങ്ങ് മതിയാകും. പിന്നെ അവരെ ബന്ധപ്പെടില്ല. കാര്യം ഞാൻ പോയി പറഞ്ഞിട്ട് അവർ വാങ്ങിച്ചില്ല. ഇതാണ് നമ്മുടെ മൈൻഡ് സെറ്റ്. അങ്ങനെയല്ല സെയിൽസ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് അവരെ ഫോളോ അപ്പ്, ഒരു കസ്റ്റമർ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ ഫോളോ അപ്പിന് വേണ്ടി എഴുതി വെക്കണം. അപ്പൊ നമ്മൾ അവരെ വിളിച്ചു, പ്രോഡക്റ്റിനെ കുറിച്ച് വീണ്ടും നമ്മൾ സംശയങ്ങളുണ്ടെങ്കിൽ സീനിയറോട് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് വെച്ചേക്കണം. ആ സംശയം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബിയോണ്ട് ബ്ലൂ, ഒരു വാഷിംഗ് പൗഡറോ അവിടെ തൽക്കാലം ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പപ്പി ക്ലോസിംഗ് എന്നാണ് പറയുന്നത്. ഞാൻ പിന്നീട് എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് പോരണം. പിന്നീട് അവരതെടുത്ത് നോക്കും, അവർക്കത് ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ വാങ്ങിക്കും. പപ്പി ക്ലോസിംഗ്.
രണ്ടാമതും കോണ്ടാക്ട് ചെയ്യണം, മൂന്നാമതും കോണ്ടാക്ട് ചെയ്യണം, നാലാമതും കോണ്ടാക്ട് ചെയ്യണം, അഞ്ചാമതും കോണ്ടാക്ട് ചെയ്യണം. ഉറപ്പായി മിക്കവാറുള്ള ആൾക്കാർ നമുക്ക് ബന്ധങ്ങളുള്ള ആൾക്കാരാണ്. ഒന്നോ രണ്ടോ കോണ്ടാക്റ്റിൽ അവർ വാങ്ങിച്ചെന്നിരിക്കും. ഇല്ലെങ്കിൽ മൂന്നാമത്തേൽ ഉറപ്പാണ്, നാലാമത്തേൽ കടുകട്ടയായിട്ട് വാങ്ങിക്കും, അഞ്ചാമത്തേൽ വാങ്ങിച്ചിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പം അതിനൊരു ഉദാഹരണം പറയുന്നതെന്ന് പറഞ്ഞാൽ, നമ്മളൊരു പാറ പൊട്ടിക്കാൻ നമ്മൾ ഒരടി അടിച്ച് ഒന്നും സംഭവിച്ചില്ല. രണ്ടാമതൊരടി അടിച്ച് ഒന്നും സംഭവിച്ചില്ല ആ പാറയ്ക്ക്. പക്ഷെ മൂന്നാമതൊരടി അടിച്ച് ഒരു ചെറിയ ചീളങ്ങ് തെറിച്ചു പോയി പാറയിൽ നിന്ന്. നാലാമത് നമ്മൾ കൂടെ കൊണ്ടൊരടി അടിക്കുമ്പം നടുക്കൂടെ ഒരു ചെറിയ ക്രാക്ക്, ഒരു സൗണ്ട് കേട്ട് ചെറിയ ക്രാക്ക് വീണ് അഞ്ചാമത്തെ തവണ ചെറിയൊരു തട്ടിയാൽ മതി, പാറ രണ്ടായിട്ട് പൊളക്കും. ഇതുപോലാണ് ഒരു പ്രോസ്പെക്റ്റിനെ, ആരാണ് അത് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്? ഞാൻ മ്യൂട്ട് ചെയ്യണേ. നിങ്ങൾ പ്രോഗ്രാമിൽ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും മ്യൂട്ട് ചെയ്യണം. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് മറ്റുള്ളവർക്ക് ഡിസ്റ്റർബ് ആകാതെ നോക്കണം. ഓക്കെ, ശ്രദ്ധിച്ചോളാം. അപ്പം കണ്ടോ, അപ്പം ആദ്യത്തെ അടിക്കും പ്രാധാന്യമുണ്ട്. എന്നാൽ അഞ്ചാമത്തെ അടിയോക്കാണോ പാറ പൊട്ടിയെന്ന് ചോദിച്ചാൽ അല്ല. നമ്മൾ ഈ സ്റ്റെപ്പ് എല്ലാം നടത്തി ഫസ്റ്റ് ഫോളോ അപ്പ് ആണ് ആദ്യത്തെ അടി, സെക്കൻഡ് ഫോളോ അപ്പ് ആണ് രണ്ടാമത്തെ അടി, ചിലപ്പോൾ രണ്ടാമത്തേന് പൊട്ടിയെന്നിരിക്കും, തേർഡ് ഫോളോ അപ്പ് ആണ് മൂന്നാമത്തെ അടി, ഫോർത്ത് ഫോളോ അപ്പ് ആണ് നാലാമത്തെ അടി, ഫിഫ്ത്ത് ഫോളോ അപ്പ് ആണ് അഞ്ചാമത്തെ അടി. അപ്പം ഫോളോ അപ്പ് നമ്മൾ ഒരിക്കലും ചെയ്യാതിരിക്കും. ഫോളോ അപ്പ് സെയിൽസിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് ഫോളോ അപ്പ് എന്ന് പറയാൻ. ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ പല ആൾക്കാരും ഇത് പ്രൊഫഷണലായിട്ട് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ, മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ ഫസ്റ്റ് ക്ലോസിംഗ് ഉണ്ടോ അല്ലെങ്കിൽ സെക്കൻഡ് ഫോളോ അപ്പ് ഉണ്ടോ, നമ്മൾ ആ പ്രോസ്പെക്റ്റിനെ വിട്ടുകളയും. ഒരിക്കലും വിട്ടുകളയരുത്. അവരെല്ലാം നിങ്ങളുടെ കസ്റ്റമറാണ്. കാര്യം നമ്മളെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിലുള്ള എല്ലാ ആൾക്കാർക്കും നിത്യവും വേണ്ടുന്ന ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ പ്രോഡക്ട്സുകളാണ്. ഇവർ നമ്മളെ നിന്ന് വാങ്ങിച്ചില്ലെങ്കിൽ കടയിൽ പോയി വാങ്ങിക്കും. അവരെ നമ്മൾ കൃത്യമായി കൺവിൻസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ, ഒരിക്കൽ അവർക്ക് ഉപയോഗിക്കാൻ നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് ഉപയോഗിപ്പിക്കാന്നുണ്ടെങ്കിൽ, ഒരിക്കൽ നിങ്ങൾ അതിൻ്റെ ലാഭവശം പറഞ്ഞ് മനസ്സിലാക്കാന്നുണ്ടെങ്കിൽ, ലൈഫ് ടൈം അവർ നമ്മളുടെ നല്ല കസ്റ്റമർ ആയിരിക്കും. ഇനി ഫോളോ അപ്പിന് മറ്റൊരു ആംഗിൾ ഉണ്ട്. ഇപ്പൊ നമ്മൾ 2 പ്രോഡക്റ്റ് കൊടുത്ത ആ കസ്റ്റമർക്ക് നമ്മൾ കസ്റ്റമർ ലിസ്റ്റിൽ എഴുതി വെക്കണം. രണ്ടാമത്തെ ദിവസം എന്ന് പറയാൻ കൊടുത്തതിൻ്റെ അടുത്ത ദിവസം നിങ്ങൾ അവരെ വിളിക്കണം. വിളിച്ചിട്ട് ചോദിക്കണം, നിങ്ങൾ പ്രോഡക്റ്റ് ഉപയോഗിച്ചോ? കൃത്യമായി ചോദിക്കണം. ഫോൺ ചെയ്താൽ മതി, നേരിട്ട് പോകണമെന്നില്ല. അപ്പം രണ്ടാമത്തെ ദിവസം വിളിക്കുമ്പോൾ നിങ്ങൾ ബിൽഡ് ചെയ്യുന്ന ഒരു ട്രസ്റ്റാണ്. ആ കസ്റ്റമറിൽ നിങ്ങളൊരു ട്രസ്റ്റ്, ഈ കമ്പനിയെക്കുറിച്ചും ഈ പ്രോഡക്റ്റിനെ കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഒരു ട്രസ്റ്റാണ്. കാര്യം ചുമ്മാ ഒരു പ്രോഡക്റ്റ് കൊണ്ടുവന്ന് തന്നിട്ട് പോയതല്ല, നിങ്ങൾക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നിങ്ങളത് ഉപയോഗിച്ചോ, എങ്ങനെ ഇരുന്നോ, നന്നായിരുന്നോ എന്ന് നിങ്ങൾ വിളിച്ചു ചോദിക്കുമ്പോൾ അവിടെ ബിൽഡ് ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇനി അത് മറ്റൊരു തരം ഫോളോ. ഇനി അടുത്ത ഫോളോ അപ്പ് എന്ന് പറയാൻ, കസ്റ്റമർ ലിസ്റ്റ് എഴുതി വെച്ചിട്ട് നമ്മളൊരു പേസ്റ്റ് വാങ്ങിച്ചാൽ അത് എത്ര ദിവസത്തിനകം ആ വീട്ടിൽ തീരാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കണം. ഒരു 25 ഡേയ്സ് കൊണ്ട് ഒരു പാക്കറ്റ് പേസ്റ്റ് തീരുമെന്നുണ്ടെങ്കിൽ 23 ഡേ ആവുമ്പോൾ നിങ്ങൾ ആ കസ്റ്റമറെ വിളിച്ചിരിക്കണം. അതാണ് ഫോളോ അപ്പിലെ മറ്റൊരു വേർഷൻ എന്ന് പറയുന്നത്. 23rd ഡേ വിളിച്ചിരിക്കണം. വിളിച്ച് തീർച്ചയായിട്ടും നിങ്ങൾ സെക്കൻഡ് ഡേയിലും വിളിച്ചു, അവർ പ്രോഡക്റ്റ് ചിലപ്പോൾ മിക്കാറുള്ള ആൾക്കാർ ഉപയോഗിക്കാതെ വെച്ചിരിക്കാറ്, അവർ അന്ന് പോലെ ഉപയോഗിച്ചു തുടങ്ങും. ഇനി വിളിച്ചില്ലെങ്കിൽ ഉള്ള കുഴപ്പമെന്ന് പറയാൻ, നമ്മൾ ഭയങ്കരമായ രസകരമായ അനുഭവങ്ങളൊക്കെ ഉണ്ട്. ബിയോണ്ട് ബ്ലൂ എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റ് നമ്മളൊരു വേറെ ഏതൊരു കൺസൾട്ടന്റ് കൊണ്ടുവന്ന് ഒരു വീട്ടിൽ കൊടുത്തിട്ട് പോയി. 6 മാസമായി, അവർക്ക് ഇതുവരെ തുറക്കാൻ പറ്റിയില്ല. കാര്യം കൊണ്ടുകൊടുത്ത ആൾ ഈ ബിയോണ്ട് ബ്ലൂ എങ്ങനെയാ തുറക്കുന്നതെന്ന് പറഞ്ഞു കൊടുത്തില്ല, അവരും അവിടെ വെച്ചേക്കാം. കണ്ടോ, പിന്നെ അവർ തിരിഞ്ഞു നോക്കിയിട്ട് ആ കൊടുത്ത ആള് പിന്നെ വിളിക്കുകയോ തിരിഞ്ഞു നോക്കുകയോ ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള രസകരമായ കാര്യങ്ങൾ ഈ കസ്റ്റമറൈസേഷനിലുണ്ട്. അങ്ങനെയൊന്നുമല്ല, നമ്മൾ കൃത്യമായി ഒരു കസ്റ്റമർ നമ്മൾ കൃത്യമായി കിട്ടിക്കഴിഞ്ഞാൽ വളരെ പ്രൊഫഷണലായിട്ട് നമ്മൾ അവരെ ഡീൽ ചെയ്യണം. അപ്പോൾ 25-ാം ദിവസം 23-ാമത്തെ ദിവസം നമ്മൾ വിളിച്ചിരിക്കണം. വിളിച്ചിട്ട്
പ്രോഡക്റ്റ് ഉപയോഗിച്ച് തീരാറായോ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചതിന് ശേഷം നെക്സ്റ്റ് പ്രോഡക്റ്റ് 2 കൊണ്ടുവരട്ടെ, മോൾ എവിടെയെങ്കിലും പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പോകുമ്പോൾ മോക്ക് കൊണ്ടുപോകാമല്ലോ എന്ന് പറഞ്ഞിട്ട് 1 വാങ്ങിച്ചാൽ 2 റെക്കമെൻഡ് ചെയ്യണം, 2 വാങ്ങിച്ചാൽ 3 റെക്കമെൻഡ് ചെയ്യണം. 3 റെക്കമെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നെക്സ്റ്റ് ടൈം 3 റെക്കമെൻഡ് ചെയ്യണം. അപ്പോൾ അവർ പറയും തൽക്കാലം 2 കൊണ്ടുവരാൻ പറയും. മനസ്സിലായത്? അപ്പൊ ഇതാണ് ഇതിന്റെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനെ കസ്റ്റമറൈസ് ചെയ്യാനുള്ള വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള സിസ്റ്റം. നമ്മൾ കൂടുതൽ ആൾക്കാർ ചെയ്യുന്നറിയാം. നമ്മൾ ഈ ആൾക്കാർ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാന്ന് പറയാൻ അവർക്ക് എന്തോ ഭയങ്കര കുഴപ്പമാണെന്നുള്ളതാണ് വിചാരിച്ചിരിക്കുന്നത്. അവരെന്ത് ചെയ്യുന്ന പറയാം, ഏതെങ്കിലും ഒരു കസ്റ്റമർ നമ്മുടെ ഫ്രണ്ട്സിന്റെ അവർ നമ്മളെ ബന്ധുവല്ലേ സുഹൃത്തല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് കുറേ സാധനങ്ങൾ കുറേ രാമേന്ദ്രന്റെ കവറിനകത്ത് വാരിയിട്ടുണ്ട് പോകും. മനസ്സിലായില്ലേ? അപ്പം അതൊന്നും ഒരു പ്രൊഫഷണൽ അല്ല. നമ്മൾ പോകുമ്പം വളരെ നല്ല ബാഗിൽ, അട്രാക്റ്റീവ് ആയിട്ടുള്ള ബാഗിൽ വളരെ ഒതുക്കി വെച്ചിട്ട് നമ്മൾ അവരെ സമീപിക്കണം. അതുപോലെ തന്നെ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ അവരോടങ്ങ് മൊത്തം ബിസിനസ്സിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങും. ഈ പ്രോഡക്റ്റ് എല്ലാം മാറി അവരെ മുന്നിട്ട് കൊടുക്കും. പ്രോഡക്റ്റിനെ കുറിച്ച് പറയുന്നതിന് മുമ്പേ അവരെ പ്രോഡക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ കുരങ്ങൻ പൂമാലാണ്ടാണ്, അവർക്കൊന്നും മനസ്സിലാവാതെ അവരുടെ അടുത്ത് തിരിച്ച് മറിച്ചൊക്കെ നോക്കിയിട്ട് ഇത് വേണ്ടാന്ന് അപ്പോഴേ ഇല്ല വാറ് നോ. ആ നോ പറയാൻ കാരണക്കാരൻ യഥാർത്ഥത്തിൽ കസ്റ്റമറോ മോഡിക്കെയർ പ്രൊഡക്റ്റോ അല്ല, നിങ്ങളൊരു കസ്റ്റമറെ അപ്രോച്ച് ചെയ്ത രീതിയാണ് ആ നോ പറയുന്നത്. അങ്ങനെ നിങ്ങൾ 2-3 ആൾക്കാർക്ക് ആയി കഴിയുമ്പോൾ നിങ്ങൾ അവിടെ വെച്ച് മോഡിക്കെയർ മതിയാക്കും. 95% ആൾക്കാർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇതാണ്. സോ ഇത് വളരെ സിമ്പിൾ സിസ്റ്റമാണ്. ആദ്യം നമ്മൾ അപ്രോച്ച് ചെയ്യുക, അവരെ നീഡ് ഐഡന്റിഫൈ ചെയ്യുക, അതിനുശേഷം ടെസ്റ്റിമോണിയൽസ് നമ്മൾ പറയുക, ഡെമോ കാണിക്കുക, ഡെമോ ചെയ്യുക. ഡെമോ കാണിക്കുക എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ഡെമോൺസ്ട്രേഷൻ ഉണ്ട്, അത് അല്ല. ഇത് പ്രോഡക്റ്റ് എന്താണ് പ്രോഡക്റ്റിന്റെ പേര്, എന്തിനുള്ളതാണ്, അങ്ങനെ അതിന്റെ ബെനഫിറ്റ്സ്, ഫീച്ചേഴ്സ് ആൻഡ് ബെനഫിറ്റ്സ് പറയാം. ദെൻ ലാസ്റ്റ് ആണ് ഡെമോൺസ്ട്രേഷൻ കാണിക്കുക. അപ്പം ഡെമോ ചെയ്യുക പ്രോഡക്റ്റ്, ദെൻ ക്ലോസിംഗ് ടോക്ക് ചെയ്യുക, ഫോളോ അപ്പ് ചെയ്യുക. സോ ഡിയർ ഫ്രണ്ട്സ്, ഇതാണ് ഒരു കസ്റ്റമറെ. ഇങ്ങനെ നിങ്ങൾ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10, 20, 30, 40, 50 കസ്റ്റമറെ ഒരു 2-3 മാസം കൊണ്ട് റെഗുലർ കസ്റ്റമറായിട്ട് 10,000, 10,000, 20,000 രൂപയുടെ സെയിൽ നിങ്ങൾക്ക് ചെയ്യാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല ഡിയർ ഫ്രണ്ട്സ്. സോ ട്രൈ ഇറ്റ്. ദെൻ ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഹലോ, ആരുടെ അനക്കമില്ലല്ലോ. മനസ്സിലാവുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇനി കസ്റ്റമർ ലിസ്റ്റ് എങ്ങനെ ഉണ്ടാക്കണം? ഓക്കെ. ഇനി കസ്റ്റമർ ലിസ്റ്റ് എങ്ങനെ ഉണ്ടാക്കണം? അടുത്തത് അങ്ങനെയാണ്. എവിടുന്നാണ് നമ്മൾ ഈ കസ്റ്റമേഴ്സിനെ ഫൈൻഡ് ചെയ്യേണ്ടത്? കസ്റ്റമേഴ്സിനെ ഫൈൻഡ് ചെയ്യേണ്ടതെന്ന് പറയാം, ഏറ്റവും ആദ്യം നമ്മൾ വാം ലിസ്റ്റ് ഉണ്ടാക്കണം. വാം നെറ്റ്വർക്കിലെ ഉള്ള ആൾക്കാരുടെ വാം നെറ്റ്വർക്ക് ഫസ്റ്റ് എന്നാ പറയുന്നത്. പീപ്പിൾ ഹു ആൾറെഡി ട്രസ്റ്റ് യു, നിങ്ങളെ വിശ്വാസമുള്ള ആൾക്കാരുടെ ലിസ്റ്റാണ്. ഈ വിശ്വാസമുള്ള നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് കൂടുതലും പ്രോഡക്റ്റുകൾ വാങ്ങാത്ത ചില ആൾക്കാർക്ക് വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത് ഈ പ്രൊഫഷണലായിട്ട് ചെയ്യാത്തതുകൊണ്ടാണ്. അതിന്റെ രീതിയിൽ ചെയ്താൽ മതി, എല്ലാവരും വാങ്ങിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഫാമിലി, കോവർക്കേഴ്സ്, നമ്മുടെ കൂട്ടുകാർ, ഫാമിലി മെമ്പേഴ്സ്, സഹപ്രവർത്തകര്, ക്ലാസ്മേറ്റ്സ്, റെസിഡൻസ് അസോസിയേഷൻ മെമ്പേഴ്സ്, ഇവരെയൊക്കെ ഫാസ്റ്റായിട്ട് നമ്മുടെ കസ്റ്റമറായിട്ട് മാറ്റാൻ കഴിയും. നമ്മൾ അതിനുവേണ്ടി ഡെയിലി മെത്തേഡ് ഓഫ് ഓപ്പറേഷൻ വേണം. നമ്മൾ ദിവസം ഒരു കസ്റ്റമർ അല്ലെങ്കിൽ 2 കസ്റ്റമറെ നേരിട്ട് കാണണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് പോയി കാണാൻ കഴിയും. പിന്നെ ഇൻട്രസ്റ്റ് ബേസ്ഡ് കമ്മ്യൂണിറ്റി, ഇത് എഴുതുമ്പോൾ തന്നെ ഒരു 10, 50, 100 പേര് നിങ്ങൾക്ക് ഫ്രണ്ട്സ്, ഫാമിലി, കോവർക്കേഴ്സ്, ക്ലാസ്മേറ്റ്സ്, റെസിഡൻസ് അസോസിയേഷൻ മെമ്പേഴ്സ്, അവരുടെ എഴുതുമ്പോൾ 10, 100 പേരെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇൻട്രസ്റ്റ് ബേസ്ഡ് കമ്മ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് ഫ്രണ്ട്സ്, വാട്സാപ്പ് ഗ്രൂപ്പ് ഫ്രണ്ട്സ്. നിങ്ങൾക്ക് ചില ഹോബികൾ ഉണ്ടാവും, ചിലപ്പോൾ നിങ്ങൾ ക്ലബിൽ പോവും, അല്ലെങ്കിൽ ലൈബ്രറിയിൽ പോവും, അങ്ങനെയുള്ള ഫിറ്റ്നസ് ക്ലാസ്സസിൽ പോവും. പിന്നെ കുട്ടികളുടെ കൂടെ പഠിക്കുന്ന കുട്ടികളുടെ പേരൻസ്, അങ്ങനെയുള്ള ഗ്രൂപ്പുകൾ. പിന്നെ എവരി ഡേ ടച്ചിങ് പോയിന്റ്സ് ഉണ്ട്, അവിടെയുള്ള ആൾക്കാരെ എടുക്കാം. കോഫി ഷോപ്പിലുള്ള ആൾക്കാർ, സലൂണിലുള്ള ആള്, കോളേജ് ഈവൻസിൽ നമ്മൾ പങ്കെടുക്കും, ഇപ്പോൾ സ്കൂൾ ഈവൻസ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ലോക്കൽ മാർക്കറ്റിലൊക്കെ നമ്മൾ പോകുമ്പോൾ പലരെയും പരിചയം ഉണ്ടാകും, കാറ്ററേഴ്സിനെ പരിചയം ഉണ്ടാവും, വീട്ടിനടുത്ത് ഫ്ലാറ്റ് ഉണ്ടാവും, അവരെ പരിചയം ഉണ്ടാവും. അപ്പൊ ഇവരെല്ലാം നമുക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ കഴിയും. പിന്നെ സോഷ്യൽ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ ചെറിയ ചെറിയ ഷോർട്ട് റീൽസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും. പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവര് നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരും അല്ലാത്തവരുണ്ടാവും, അവര് നിങ്ങൾക്ക് ഡയറക്റ്റ് മെസ്സേജ് ഇടും. ഇത് കൊള്ളാലോ, ഒന്ന് ഉപയോഗിച്ച് നോക്കാം, എനിക്ക് എങ്ങനെയാ വാങ്ങിക്കാൻ പറ്റുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ മൈ മോഡിക്കെയർ ആപ്പ് എന്ന് പറയുന്ന ഒരു വലിയൊരു ടൂള്,
മോഡിക്കൽ 99% ആൾക്കാർ ഇന്ന് വരെ ഉപയോഗിച്ചിട്ടില്ലാത്ത 99% കസ്റ്റമറെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് മൈ മോഡിക്കൽ ഷോപ്പ് എന്ന് പറയുന്നത്. ഇതൊരു ലിങ്കാണ്. ഇത് നിങ്ങളുടെ പേഴ്സണലൈസ്ഡ് ഓൺലൈൻ സ്റ്റോറാണ്. നമ്മളെ മോഡിക്കെയറിലെ www.modicare.com മോഡിക്കെയർ ആപ്പിൽ കയറിയാൽ അവിടെ സൈഡിൽ 3 വര കാണും, ചന്ദനക്കുറി ഇട്ട പോലെ. അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 2, 3, 4 ഐറ്റമായിട്ട് മൈ മോഡിക്കെയർ ഷോപ്പ് എന്ന് പറഞ്ഞൊരു ഐക്കണുണ്ട്. അതിൽ ടച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഫോട്ടോ അതിൽ വെക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻസ് ഉണ്ടെങ്കിൽ ചേർക്കാം. നിങ്ങളുടെ ആർക്കാണോ ഈ ലിങ്ക് അയച്ചു കൊടുക്കുന്നത്, ഒരു ലിങ്കാണ് നിങ്ങളുടെ പേഴ്സണൽ ഓൺലൈൻ സ്റ്റോർ. ഈ സ്റ്റോറിൽ സാധനം എല്ലാം കീപ്പ് ചെയ്യുന്നത് മോഡിക്കെയറിന്റെ സ്റ്റോറിൽ തന്നെയാണ്. നിങ്ങൾ സ്റ്റോർ തുടങ്ങണ്ട. സാധാരണ ആമസോണിൽ അങ്ങനെയുള്ള അടുത്തൊക്കെ ആണെങ്കിൽ നമ്മൾ സ്റ്റോർ തുടങ്ങിയിട്ട് ആ പ്ലാറ്റ്ഫോം വഴി നിൽക്കുകയാണ്. നമ്മൾ പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ഇതങ്ങനെയല്ല. മോഡിക്കെയർ കമ്പനിയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രോഡക്റ്റ് എല്ലാം സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഈ ലിങ്ക് മാത്രം അയച്ചു കൊടുത്താൽ മതി. കസ്റ്റമർ അതിൽ കയറി പ്രോഡക്റ്റ് ഓർഡർ ചെയ്യും. അവർക്ക് വേണ്ടുന്ന പ്രോഡക്റ്റ് കണ്ട് ഓർഡർ ചെയ്യും. ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് MRPയിലാണ് അവർക്ക് കൊടുക്കുന്നത്. അതിൻ്റെ റീറ്റെയിൽ മാർജിൻ ഉൾപ്പെടെ നിങ്ങൾക്ക് അടുത്ത മാസത്തെ കമ്മീഷൻ്റെ കൂടെ വരും. ഇപ്പം നിങ്ങൾക്കൊരു ചെന്നൈയിൽ ഒരു ഫ്രണ്ട് ഉണ്ട്, ഒരു കസ്റ്റമർ ആക്കാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട്. അവർ മോഡിക്കെയറിൽ ഉടനെ ചേരാൻ ഉദ്ദേശിക്കുന്ന ആളല്ല. നിങ്ങൾക്ക് ഈ ലിങ്ക് അയച്ചു കൊടുത്താൽ മതി. ഈ മൈ മോഡിക്കെയർ ഷോപ്പിൽ കയറിയിട്ട് വാട്സാപ്പിൻ്റെ സിമ്പിൾ ഉണ്ട് അവിടെ. അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ നമ്പർ അടിക്കാനും പേരടിക്കാനുള്ള സ്ഥലം വരും. അത് അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് ലിങ്ക് സെൻഡ് ചെയ്താൽ മതി. അവർക്ക് ആ ലിങ്കിൽ കയറി മോഡിക്കെയറിന്റെ മൊത്തം പ്രോഡക്റ്റും കണ്ടിട്ട് അവർക്ക് വേണ്ടുന്നത് സെലക്ട് ചെയ്ത് ഓർഡർ ചെയ്യാൻ പറ്റും. അവരുടെ വീട്ടുപടിക്കൽ സാധനം കമ്പനി എത്തിച്ചു കൊടുക്കും. 2000 രൂപയ്ക്ക് മേളിലാണെങ്കിൽ ഫ്രീ, 77 രൂപ കൊറിയർ ചാർജ് അതിന് താഴെയാണെങ്കിൽ. അപ്പം അങ്ങനെയുള്ള സംവിധാനമുണ്ട്. അപ്പൊ കസ്റ്റമർക്ക് കമ്പനി തന്നെ പ്രോഡക്റ്റ് എത്തിച്ചു കൊടുക്കുകയാണ്. ഭയങ്കര സംഭവമാണ്. എത്ര 100 കണക്കിന് കസ്റ്റമറെ ഒരിടത്തും പോകാതെ വീട്ടിലിരുന്നുകൊണ്ട് നിങ്ങൾക്ക് സർവീസ് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ? അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. അപ്പം ഈ രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ കസ്റ്റമറെ നമുക്ക് കണ്ടെത്താൻ പറ്റും. കസ്റ്റമർ എന്ന് പറയുന്ന ഏത് ബിസിനസിന്റെ നട്ടെല്ലാണ്. അപ്പം അതിനെ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇനി ഈ കസ്റ്റമറൈസേഷൻ നമ്മൾ നടത്താൻ പോകുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിൽ പോകുമ്പോൾ ഒരു 80-20 റൂളുണ്ട്. 80-20 റൂൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു 10 പേരെ നമ്മൾ കസ്റ്റമറൈസേഷന് വേണ്ടി എഴുതി വെച്ചു. നമ്മൾ 10 പേരെ സമീപിച്ചാൽ ചിലപ്പോൾ ഒരു 5-6 ആൾക്കാർ നമ്മളോട് കസ്റ്റമറായിട്ട് ചേരാനായിട്ട് വില്ലിങ് ആവും. ഒരു പ്രോഡക്റ്റ് വാങ്ങും, 2 പ്രോഡക്റ്റ് വാങ്ങും, അങ്ങനെയൊക്കെ വാങ്ങും. പക്ഷെ നമ്മുടെ കസ്റ്റമറൈസ് ചെയ്യുന്ന 20% ആൾക്കാരായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ സെയിൽ കൊണ്ടുവരുന്നത്, നമുക്ക് ഏറ്റവും കൂടുതൽ വോളിയം തരുന്നത്. ചില ആൾക്കാർ ഇടയ്ക്കും മറക്കും കുറച്ച് പ്രോഡക്റ്റ് വാങ്ങത്തുള്ളൂ. 80% ആൾക്കാർ ഇടയ്ക്കും മറക്കും കുറച്ച് പ്രോഡക്റ്റ് വാങ്ങിക്കുള്ളൂ. പക്ഷേ 20% ആൾക്കാർ എല്ലാ മാസവും നമുക്ക് ഓർഡേഴ്സ് ഇങ്ങനെ തന്നോട്ടെ. അതിന് ലാ ഓഫ് ആവറേജസ് എന്നാണ് പറയുന്നത്. എല്ലാ സെയിൽസിലും ഉള്ള ഒരു റൂളാണ് പാറ്റേഴ്സ് തിയറി എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു സ്കൂളിൽ 100 കുട്ടികളെ നന്നായിട്ട് പഠിപ്പിച്ചാൽ, ഒരേ ടീച്ചർമാർ പഠിപ്പിച്ചാൽ അതിൽ 20 കുട്ടികളായിരിക്കും ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തത്. ശരിയല്ലേ? ഒരു വീട്ടിലെ ഈവൻ നിങ്ങളുടെ വീടെടുത്ത് നോക്ക്, നിങ്ങളുടെ വീട്ടിലെ 80% പണിയും ചെയ്യുന്നത് 1-2 ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ഒരാളായിരിക്കും. എന്ന് പറയുന്നത് എല്ലായിടത്തും ഇത് ബാധകമാണ്. അത് നമുക്ക് മാറ്റി എഴുതാൻ പറ്റത്തില്ല. അത് ലോക റൂളാണ്. മനസ്സിലായി? അതുകൊണ്ട് മെമ്പറായ എല്ലാവരും എല്ലാ മാസം വാങ്ങില്ല, പ്രോഡക്റ്റ് വാങ്ങുന്നില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ പ്രയാസപ്പെട്ടിരിക്കേണ്ട കാര്യമില്ല. നമ്മൾ കണ്ടിന്യൂ ചെയ്യാം. ഇനി ഒരു ഇതുപോലുള്ള കസ്റ്റമറൈസേഷന് പോകുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അഡ്വൈസേഴ്സിനെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന ആൾക്കാർ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു അടിസ്ഥാനപരമായ ഒരു റൂളാണ് SW5 എന്ന് പറയുന്നത്, മാസ്റ്റർ റിക്രൂട്ടർ സൈക്കോളജി. അത് അഡ്വൈസറെ റിക്രൂട്ട് ചെയ്താലും കസ്റ്റമർ റിക്രൂട്ട് ചെയ്താലും ഈ സൈക്കോളജി ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. SW സൈക്കോളജി എന്നാണ് പറയുന്നത്. S എന്ന് പറഞ്ഞാൽ സം, W എന്ന് പറഞ്ഞാൽ വില്ലിന്റെ W ആണ്. സം വിൽ. ചില ആൾക്കാർ എപ്പോഴും തയ്യാറായിരിക്കും വാങ്ങിക്കാൻ, പക്ഷെ അവർ ഉടനെ വാങ്ങിക്കത്തൊന്നുമില്ല. വാങ്ങാന്ന് പറയും. അടുത്ത SW എന്ന് പറയാം സം വോൺ. ചിലർ പറയും ഇപ്പൊ എനിക്ക് വേണ്ടെന്ന് പറയും. സോ വാട്ട്, അതാണ് അടുത്ത SW. തേർഡ്, സ്റ്റാർട്ട് വർക്കിംഗ്. നിങ്ങൾ വീണ്ടും പ്രോസ്പെക്റ്റിംഗ് ചെയ്യൂ. നിങ്ങൾ കൂടുതൽ പ്രൊഫഷണൽ ആകൂ. കുറച്ച് ഒരു 4-5 ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ട് നോ പറഞ്ഞു കഴിഞ്ഞാൽ 5-ാമത്തെ അല്ലെങ്കിൽ 6-ാമത്തെ ആളുടെ അടുക്ക പോകുമ്പോൾ നിങ്ങൾ ഭയങ്കര പവർഫുൾ ആയി, നിങ്ങൾ പ്രൊഫഷണലായി.
ആദ്യമൊക്കെ നിങ്ങൾ ബബ്ബ അടിക്കും. നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെ ചെയ്താൽ വിജയിക്കത്തില്ല എന്ന്, എങ്ങനെ ചെയ്താൽ കസ്റ്റമർ ആക്കാൻ കഴിയത്തില്ല. നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കും. അപ്പോൾ ഒരു 5-10 പ്രോസ്പെക്റ്റിനെ, കസ്റ്റമറൈസേഷൻ നടത്തുന്ന പ്രോസ്പെക്റ്റിനെ കാണുന്നത് നിങ്ങളുടെ ട്രെയിനിങ് പീരീഡാണ്. 10 പേര് നിങ്ങളോട് നോ പറഞ്ഞിട്ട് 11ാമത്തെ ആളിനെ 12ാമത്തെ 13ാമത്തെ 15ാമത്തെ ആളുടെ ഒക്കെ പോകുമ്പോൾ അതെല്ലാം സെയിലായിട്ട് മാറും, അതെല്ലാം റെഗുലർ കസ്റ്റമറായിട്ട് മാറും. കാര്യം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഒരു കുട്ടി എഴുന്നേറ്റ് നടക്കുന്ന പോലെ. കാര്യം നമ്മൾ ആരും ജനിച്ചപ്പം പോലെ ഒന്നും സെയിൽസ്മാൻമാരല്ലല്ലോ. ഒരു കുട്ടി എഴുന്നേറ്റ് നടക്കുന്ന പോലെ. ആദ്യമൊക്കെ തട്ടിമുട്ടിയൊക്കെ വീഴും. സൈക്കിൾ പഠിക്കുന്ന പോലെയാണ് ഇത്. ആദ്യമൊക്കെ ഒരാളെ പിടിച്ചു തരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സീനിയറിനെ കൂടെ കൊണ്ടോ ആദ്യമൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, തൊട്ട് സീനിയറിനെ, നിങ്ങളെ സ്പോൺസറെ ആദ്യം പിടിച്ചു തരും. കുറച്ച് ദിവസം നമ്മൾ ചവിട്ടി പഠിച്ചു കഴിയുമ്പോൾ പിന്നെ വന്ന ആൾക്കാർ പിടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്കറിയാം എങ്ങനെ കസ്റ്റമറൈസ് ചെയ്യണമെന്ന്. നമ്മളെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിരിക്കുക. സോ സ്റ്റാർട്ട് വർക്കിംഗ്. സമൺ ഈസ് വെയിറ്റിംഗ്. ഈ മനോഹരമായ പ്രോഡക്റ്റുകൾക്ക് വേണ്ടി, അതിശയകരമായ പ്രോഡക്റ്റുകൾക്ക് വേണ്ടി, ഈ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്റ്റുകൾക്ക് വേണ്ടി, സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടി ഉള്ള പ്രോഡക്റ്റുകൾക്ക് വേണ്ടി, ക്യാൻസർ ഉണ്ടാക്കാത്ത പ്രോഡക്റ്റുകൾക്ക് വേണ്ടി ആൾക്കാർ വെയിറ്റ് ചെയ്തത്. ഇപ്പോൾ ഓണക്കാലം വരികയാണ്. ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ആണ് കസ്റ്റമറൈസേഷന്. ആൾക്കാർക്കെല്ലാം നെയ്യ് വേണം, എണ്ണ വേണം. എണ്ണ ഇപ്പോൾ ഒരു പാക്കറ്റ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഓണക്കാലം ആകുമ്പോൾ 2-3 പാക്കറ്റ് വാങ്ങിക്കും. നെയ്യ് വാങ്ങിക്കും. നെയ്യൊക്കെ ഒരിക്കൽ വാങ്ങിച്ചു കഴിഞ്ഞാണ്ടല്ലോ സൂപ്പറാ. ഞങ്ങളിപ്പോൾ ചായ കുടിക്കുന്നതിന് പകരം ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ കരിപ്പട്ടി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. കരിപ്പട്ടി കാപ്പി ഇട്ടിട്ട് അതിനകത്ത് സ്വല്പം മോഡിക്കൻ്റെ നെയ്യ് ഇട്ട് കുടിക്കും. സൂപ്പറാ. എന്ത് മണമാ. ദോശയൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്ന് പുരട്ടി നോക്കും. നെയ്യൊക്കെ സൂപ്പറാ, അടിപൊളി സാധനം. അതുപോലെ നമ്മൾ ഈ എന്താണ് ഉപ്പുമാവ് ഉണ്ടാക്കുന്ന സമയത്ത് മോഡിക്കൻ്റെ നെയ്യ് ചേർത്ത് നോക്ക്. നെയ്യൊക്കെ ഒരിക്കൽ കൊടുത്താൽ ഇതുപോലുള്ള സാധനങ്ങളെല്ലാം ഈ നെയ്യ് വെച്ച് കൺവിൻസ് ആയി അവർ ബാക്കിയുള്ള സാധനം വാങ്ങിക്കും. ഈ RKG നെയ്യ് എന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കുന്ന പല നെയ്യുകളും ഈ എന്താ പറയുന്നത്, ഈ മെഴുക് ചേർത്തിട്ടാ വരുന്നത്. ഭയങ്കര പൊള്യൂട്ടഡ് ആണ്. ക്യാൻസർ ഉണ്ടാക്കും ഈ സാധനങ്ങൾ. അപ്പൊ വളരെ ശുദ്ധമായ നെയ്യ് നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് ഇത് കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ അതൊരു ഭാവമാണ്. മനസ്സിലായില്ല? ഇത്രയും വണ്ടർഫുൾ ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ ഇരിക്കുക. അപ്പൊ ആൾക്കാർ തിരക്കിയിരിക്കുകയാണ്. അപ്പൊ 5-10 ആൾക്കാർ വാങ്ങിയില്ലെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടേണ്ട കാര്യമില്ല. കാരണം അതാണ് ബൈബിൾ പറയുന്നത്. ഒരു വാതിൽ അടയ്ക്കപ്പെടുമ്പം പല വാതിൽ തുറക്കപ്പെടും. സോ ഇത്തരത്തിലുള്ള മാനസിക അവസ്ഥയുള്ള ആൾക്കാർക്ക്, ഇത്തരത്തിലൊരു റിക്രൂട്ട്മെന്റ് സൈക്കോളജി ഉള്ള ആൾക്കാർക്ക് നിറയെ വാതിലുകൾ ഡിയർ ഫ്രണ്ട്സ് തുറന്നു കിടക്കുകയാണ്. നിങ്ങൾക്ക് അത്തരത്തിൽ സഞ്ചരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. വിഷ് യു ഓൾ ദി സക്സസ്. താങ്ക് യു വെരി മച്ച്. നമ്മൾ ഒരിക്കലും ഡോക്ടേഴ്സ് അല്ല, നമ്മൾ ഹെൽത്ത് കൺസൾട്ടന്റുമാരാണ്. അസുഖങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവര് ഡോക്ടേഴ്സിനെ തന്നെ കാണണം. പക്ഷെ അസുഖങ്ങൾ വരാതിരിക്കാന് നമ്മളെ പ്രോഡക്റ്റുകൾ. അപ്പം വന്ന അസുഖത്തെ അവർ മറ്റുള്ള ആരോഗ്യപരമായി മെച്ചപ്പെടുത്താൻ, അവർ ആരോഗ്യം നന്നാക്കാനുള്ള ഹെൽത്ത് കെയർ പ്രൊഡക്ട്സുകളാണ്. ഡോക്ടർമാര് അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നു. നമ്മള് അസുഖം വരാതിരിക്കാൻ ന്യൂട്രീഷണൽ സപ്ലിമെന്റ് കൊടുക്കുന്നു. ഫാറ്റി ലിവറിനെല്ലാം നല്ല സൊല്യൂഷൻ അവർക്ക് റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞു. ഗ്രേഡ് 2 ആയിരുന്നു. അപ്പൊ ഇപ്പൊ ടെസ്റ്റ് ചെയ്തപ്പോ ഗ്രേഡ് 1 ആയി. ഫാറ്റി ലിവറിനെ സൊല്യൂഷൻ എല്ലാം. എന്ത് പ്രോഡക്റ്റാ കൊടുത്തത്? എന്റെ തുടക്കത്തില് എനിക്കിങ്ങനെ കസ്റ്റമറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ മറ്റുള്ളവർ എന്ത് ധരിക്കും എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ച വ്യക്തിയാണ് ഞാൻ. പക്ഷെ പോകെ നമുക്ക് ആ മടിയൊക്കെ മാറും. നമ്മൾ ചെയ്താലല്ലേ മടി മാറും. എന്ത് കാര്യവും ചെയ്യാതിരുന്നാൽ നമുക്ക് മടി മാറത്തില്ല. ഞാൻ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു, ഇനി അവര് എടുത്തില്ലെങ്കിൽ മോശമാകത്തില്ലേ, പിന്നെ നാളെ അവരുടെ മുഖത്ത് നോക്കണ്ടേ, അങ്ങനെയൊക്കെ ചിന്തിച്ച വ്യക്തിയാണ് ഞാൻ. ആ കൊടുത്ത ആളുകൾ തന്നെ ഇപ്പോഴും നമ്മുടെ നല്ല കസ്റ്റമേഴ്സ് ആയിട്ട് പോകുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ബിയോണ്ട് ബ്ലോ 3 ബാത്റൂമില് 3 ബിയോണ്ട് ബ്ലോ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നല്ല കസ്റ്റമേഴ്സിനെ നമുക്ക് അന്നും ഇന്നും കിട്ടുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റി അങ്ങനെയാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇനിയിപ്പോ ഓണം വരികയാണ്. നമുക്ക് നിറയെ ഉൽപ്പന്നങ്ങളുണ്ട് അല്ലേ?
പായസം ഉണ്ടാക്കാൻ നെയ്യ് വേണം. അതുപോലെ തന്നെ എല്ലാം നമുക്ക് വീട് വൃത്തിയാക്കണം. ഓണമാകുമ്പം നമ്മുടെ മലയാളികൾ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി എന്താണ് നമ്മുടെ വീട്ടിൽ ഓരോ സാധനങ്ങൾ വാങ്ങി വെക്കാനും വീട് വൃത്തിയാക്കാനും ഒക്കെ കൂടുതലായിട്ട് അവർ ശ്രദ്ധിക്കും. അപ്പൊ നമുക്ക് നല്ല അവസരമാണ് ഈ വരുന്ന മാസങ്ങളിൽ. അപ്പൊ എല്ലാവരും നന്നായിട്ട് അത് പ്രയോജനപ്പെടുത്തണം. ഇന്നത്തെ സെക്ഷൻ വളരെ നല്ലൊരു സെക്ഷൻ ആയിരുന്നു. എനിക്കത് കേട്ട് കൊണ്ടിരുന്നു. തുടക്കക്കാർക്കായാലും നമ്മളിപ്പോ ചെയ്യാത്തവർക്കായാലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെക്ഷൻ ആയിരുന്നു. നന്നായിട്ടുണ്ട്. ഞാനിതിൽ ചെയ്യുന്ന ഒരു കാര്യം പറയാം. ഇപ്പൊ പറഞ്ഞു. ഹൗസ് വാമിങ്ങിനൊക്കെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ പ്രൊഡക്റ്റ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാറുണ്ട്. യെസ്, പുതിയ ഒരു വീടുകൾ അങ്ങനെ ഒരു ഗ്രേറ്റ്. ഇത് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അത് ഒരു വണ്ടർഫുൾ ഐഡിയ ആണ് താരമാം, തീർച്ചയായിട്ടും. സാർ Please give a very ഹലോ good hand up. സാർ ഞാനും ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. ഇപ്പൊ ഹൗസ് great. വാമിങ്ങിന്റെ കാര്യത്തില് വരുമ്പോ അവർക്ക് കുറച്ച് ലിസ്റ്റ് കൊടുക്കും. അങ്ങനെ ഞാൻ ഭയങ്കര ചെയ്യാറുണ്ട്. യൂസ്ഫുൾ ആ. നമ്മള് ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് അവരെ ഫോളോ അപ്പ് ചെയ്ത് പറഞ്ഞു കൊടുക്കണം പ്രോഡക്റ്റ് എങ്ങനെ യൂസ് അത് ചെയ്യണം. തന്നെ. ഹൗസ് വാമിന്റെ ഇടയ്ക്ക് പറഞ്ഞാൽ അവർക്ക് തലേ കയറത്തില്ല. അത്രയും കസ്റ്റമറെ കൊണ്ടുവന്ന് അത്രയും ആൾക്കാർ അത് ഗസ്റ്റുകൾ ശരിയാണ്. വരുന്നില്ല. പിന്നീട് പിന്നീട് വിളിച്ച് ഫോളോ ചോദിക്കാറുണ്ട്, അത് അപ്പില് കറക്റ്റ്. ഉപയോഗിച്ചോ എങ്ങനെയുണ്ട് റിസൾട്ട് എന്നുള്ളത്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഉൽപ്പന്നങ്ങളാണ്. അപ്പൊ കുഞ്ഞുങ്ങളെ കാണാൻ പോകുമ്പോ നമുക്ക് ആ പ്രോഡക്റ്റ് കൊടുക്കാം. അങ്ങനെ എല്ലാം നമുക്ക് നമ്മൾ ഓപ്പർച്യൂണിറ്റികൾ എന്താണ് നമ്മൾ ഇതില് പ്രയോജനപ്പെടുത്തി എടുക്കണം. നമുക്കുള്ള അവസരങ്ങള് അതാണ് വേണ്ടത്. നമ്മുടെ അതൊക്കെ ട്രൈ ചെയ്തല്ലോ. പക്ഷെ എന്റെ കസ്റ്റമേഴ്സ് കൺസൾട്ടൻസ് എന്താ പറയാ, താഴെയുള്ള ആൾക്കാർ വർക്ക് ചെയ്യുന്നില്ല ഇപ്പൊ. അതാണ് എന്റെ വലിയ പുതിയ ആൾക്കാരെ എനിക്ക് കണ്ടുപിടിച്ചിട്ട് പുതിയ ആൾക്കാരെ കണ്ടെത്താം. അതിനുള്ള സിസ്റ്റംസ് എല്ലാം നമ്മൾ പറഞ്ഞല്ലോ. നാട്ടിൽ ഇപ്പൊ താരമ്മ ബോംബെയിലാണ്. നാട്ടിലുള്ള ആൾക്കാർക്ക് നമുക്ക് ലിങ്ക് അയച്ചു കൊടുത്ത് അവരെ കസ്റ്റമറൈസ് ചെയ്യാം. എനിക്ക് ലിങ്കിന്റെ വേറെ ഒരു സംശയം ഉണ്ടായിരുന്നു. നമ്മളിപ്പോ ലിങ്കിൽ അതിൽ ഡിസ്കൗണ്ട് നമ്മൾ എത്ര 5% 10% പറഞ്ഞിട്ടല്ലേ നമ്മൾ ലിങ്ക് അയച്ചു കൊടുക്കുന്നത്? അത് ഓപ്ഷൻ ഓരോരുത്തർക്ക് അയച്ചു കൊടുക്കുമ്പോ പറഞ്ഞോളൂ. അപ്പൊ അത് അവർക്ക് എങ്ങനെ അത്രയും % കമ്മിയായിട്ടാണോ കിട്ടുന്നത് റേറ്റ്? അതെ, അത്രയും ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും അവർക്ക്. കമ്പനി ബില്ല് ചെയ്യുന്ന സമയത്ത് അത്രയും ഡിസ്കൗണ്ട് അവർക്ക് കിട്ടും. ഇപ്പൊ 5% പറയുകയാണെങ്കിൽ MRP 5% അവർക്ക് കുറച്ച് കൊടുക്കും. എന്നിട്ട് ബാക്കി മാർജിനായിരിക്കും നമ്മുടെ അക്കൗണ്ട് വരും. ഓക്കെ, അപ്പം എല്ലാവർക്കും നന്ദി. കൂടുതൽ കാര്യങ്ങൾ ഇല്ല എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം നാളത്തെ സെക്ഷൻ നമ്മളെ ലേന മനോജാണ് ചെയ്യുന്നത്. ഈ മാർക്കറ്റിംഗ് പ്ലാൻ, പ്രോസ്പെക്റ്റിങ്ങിൽ മാർക്കറ്റിംഗ് പ്ലാൻ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യേണ്ടത്, അതിൻ്റെ പാർട്സ് ഓഫ് മാർക്കറ്റിംഗ് പ്ലാൻ എന്തൊക്കെയാണ് പറയേണ്ടുന്നത്, ഏതൊക്കെയാണ് അതിൻ്റെ പാർട്ട് എന്നുള്ള സിസ്റ്റമാണ് ചെയ്യാൻ പോകുന്നത്. നാളെ ലേന മനോജ് പുതിയൊരു സബ്ജക്റ്റുമായിട്ട് വരികയാണ്. എല്ലാവരും പങ്കെടുക്കുക. നിങ്ങളെ ടീമിലുള്ള ആൾക്കാരെയും പങ്കെടുപ്പിക്കുന്നതിൽ കുഴപ്പമില്ല. വിഷ് യു ആൾ ദി സക്സസ്. ഗുഡ് നൈറ്റ്. താങ്ക് യു. പ്രത്യേകിച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞ എല്ലാവർക്കും നന്ദി. ഗുഡ് നൈറ്റ്. Thank you very much. Thank you. Good night. Good night. Thank you. All the best.